our Jesus Lives Ministries, distributing living bread to the dying world. ഒരു കാര്യം പറഞ്ഞിരുന്നു, വിശുദ്ധിയുടെ ഉപദേശത്തിൻ്റെ എല്ലാം കൂടെ ഒരാകത്തൊന്ന് ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ ഒരു തലമുറ കവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യം സഭ അറിയിക്കുക എന്നതാണ്. നമ്മൾ ഇന്നത്തെ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഓർപ്പിക്കുക. ഒരാഴ്ച നമ്മൾ ഒരുമിച്ചുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഉള്ളത്ര ദിവസങ്ങൾ നന്നായിട്ട് പോകും. ഒരു കാര്യം നമ്മൾ ഓർപ്പിച്ച് ചെല്ലെ പറഞ്ഞേച്ച് കൊണ്ടുപോകുന്നത് ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ വന്ന വഴിക്ക് കർത്താവദാസനോട് പറഞ്ഞു വന്നതുപോലെ തന്നെ ഒരു ഉണർവ് നടന്നുകൊണ്ടിരിക്കുക. 1937 ഇതേ ലണ്ടൻ പട്ടണത്തിൽ ജീവിച്ചിരുന്ന സ്മിത്ത് വിഗിൽസ്വർത്ത് എന്ന കർത്താവദാസൻ ഒരു ഉണർവിനെ കുറിച്ച് പലയിടങ്ങളിൽ വെച്ച് പ്രവചിച്ചിട്ടുണ്ട്. 1937 അദ്ദേഹം പ്രവചിച്ചു തുടങ്ങിയത്. ചില ആശയങ്ങൾ മാത്രം ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ആ കാലഘട്ടങ്ങളിൽ ഉണർവിനെ എതിർക്കുന്ന ഒരുപാട് പേര് ഈ ലണ്ടനിലുണ്ടായിരുന്നു. ഇന്നുണ്ട്. അതേസമയത്ത് അവർ പള്ളികളിൽ പോകുന്നവരും ദേവാലയങ്ങളിൽ ആരാധിക്കുന്നവരുമാണ്. 1937 സ്മിത്ത് വിഗിൽസ്വർത്ത് പറഞ്ഞ ഒരു പ്രവചനത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: കപടഭക്തി കാണിക്കേണ്ടതിന് മാത്രം പള്ളികളിൽ ആരാധന നടക്കുന്നത് കൊണ്ട് ഇന്ന് തല ഉയർത്തി നിൽക്കുന്ന അനേക ക്രിസ്തീയ ദേവാലയങ്ങൾ ഈ ലണ്ടൻ്റെ പട്ടണത്തിൽ ആരാധിക്കാൻ ആളില്ലാതെ ഒടുവിൽ സെയിൽ ഇടേണ്ട സാഹചര്യം വരും. ഇവിടെ താമസിക്കുന്ന നിങ്ങളോട് പ്രത്യേകിച്ചാലും പറഞ്ഞു കേൾപ്പിക്കണ്ട, നിങ്ങളത് കണ്ടു. 1995 ആദ്യം ഞാനൊരു കൺവെൻഷന് വേണ്ടി ഈ ലണ്ടനിൽ വരുന്നത്. അന്നു മുതൽ പഴയ പള്ളികൾ വാങ്ങി ആളുകൾ മറ്റു പ്രസ്ഥാനങ്ങളായി മാറ്റുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അന്ന് 95 പലതിൻ്റെയും ഫോട്ടോ എടുത്തു. ഇന്നും അത് ഏറെക്കുറെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരളവിൽ നമുക്ക് പറയാം, അത് കംപ്ലീറ്റ് ആണെങ്കിലും ഒരളവിൽ തുടർന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞത് ഇത് വെറും കപടഭക്തിയായി മാറുന്നത് കൊണ്ട് ഇത് സംഭവിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ പ്രവചനത്തിൻ്റെ രണ്ടാം ഭാഗം കൂടെ ഞാൻ തുടങ്ങാം. പക്ഷെ ഭക്തിയോടെ ആളുകൾ ദൈവത്തോട് അടുത്തു വരികയും അങ്ങനെ അടുത്തു വരുമ്പോൾ ജനപ്പെരുപ്പം നിമിത്തം ആരാധകർക്ക് ഒരുമിച്ചിരിക്കേണ്ടതിന് മനുഷ്യനിർമ്മിതമായ ഒരൊറ്റ കെട്ടിടവും ഇല്ലാതെ വരുന്നതിനാൽ അവർ പൊതു മൈതാനങ്ങളിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. മനുഷ്യന് ഡിസൈൻ ചെയ്യാവുന്ന ഒരു വലിപ്പമുണ്ട്, അതിൻ്റെ മേളിലോട്ട് ഡിസൈൻ ചെയ്യാൻ ആർക്കും ഒക്കത്തില്ല. ആരാധകരുടെ അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നതിനാൽ മനുഷ്യനിർമ്മിതമായ യാതൊരു കെട്ടിടങ്ങൾക്കും അവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവർ പൊതു മൈതാനങ്ങളിൽ ദൈവത്തെ ആരാധിക്കും. സൗത്ത് കൊറിയയിലെ പോളിയോമിച്ചോടി ചർച്ച ഞാൻ പോയി കണ്ടിട്ടുണ്ട്. 8 ലക്ഷം ആളുകൾ ഒരുമിച്ച് കൂടാനുണ്ട് ഒരു സഭ ആരാധനയ്ക്ക്. 8 ലക്ഷം ആളുകൾക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കാൻ ഇന്നുവരെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒറ്റ എഞ്ചിനീയർക്ക് അറിയാൻ വയ്യ, ഈയിടെ പഠിക്കത്തില്ല. കൊറിയയിലുള്ള ഏറ്റവും വലിയ സ്റ്റേഡിയത്തിനകത്ത് 1 ലക്ഷം പേർക്ക് ഇരിക്കത്തുള്ളൂ. 1 ലക്ഷം പേര് 9 പ്രാവശ്യം ഇരുന്നെങ്കിലേ ഒരാരാധനയ്ക്ക് ഇരുത്തും. മനുഷ്യനിർമ്മിതമായ ഒരു കെട്ടിടങ്ങൾക്ക് വരെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഓർക്കുകയാണ്, ഇന്ന് ലോകത്തിൽ നടക്കുന്ന ആരാധനകളിൽ എൻ്റെ അറിവിൽ ഏറ്റവും വലുത് നൈജീരിയയിൽ നടക്കുന്ന ഒരു ആരാധനയാണ്. പാസ്റ്റർ അടിബോയുടെ ആരാധന, CRC. ഓക്കെ, അതിനകത്ത് 22 ലക്ഷം ആളുകൾ ഒരു ആരാധനയിൽ പങ്കെടുക്കുന്നു. 22 ലക്ഷം ആളുകൾ ഒരു ആരാധനയിൽ പങ്കെടുക്കുന്നു. അത്രയും പേർക്ക് ഇരിക്കാവുന്ന ഒരു കെട്ടിടം പണിയാൻ ഇതുവരെ ഭൂമിയിൽ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് ഈയിടെ ഒക്കത്തുമില്ല. 1.5 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയുമുള്ള ഒരു വലിയ ടെൻ്റാണ് അവർ ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഞങ്ങളവിടെ പോകാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷനൊക്കെ കിട്ടി. എനിക്ക് പോകാൻ ഒത്തില്ല. അതേ സെയിം ഡേ എനിക്ക് ഉഗണ്ടയിൽ ഒരു മീറ്റിങ്ങിന് ഞാൻ പോകണമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നൈജീരിയൻ പരക്കത്തില്ലായിരുന്നു. എൻ്റെ മൂത്ത മോനെ വിട്ടു. അവന് ആ നൈജീരിയൻ മീറ്റിങ്ങിന് വേണ്ടി പോയിരുന്നു. അവൻ അവിടെ ചെന്നേച്ച് എന്നെ വിളിച്ചു പറഞ്ഞ വാചകം എനിക്ക് ഓർമ്മയുണ്ട്. ഡാഡി, എല്ലാവരുടെയും കൂടി ഒരു നല്ല പിക്ചർ എടുക്കാൻ, ഇത്ര ആൾക്കൂട്ടം പേരൊന്നും വരത്തില്ല, അതുകൊണ്ട് എല്ലാവരുടെയും കൂടി ഒരു പിക്ചർ എടുക്കാൻ വേണ്ടി കിട്ടാവുന്നതിലേക്ക് വൈഡ് ആംഗിൾ ലെൻസോ ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവരെ ഒന്ന് കാണണമെങ്കിൽ ഒരു ഹെലികോപ്റ്ററിലും കാണാൻ കയറി മേളിലും കാണാൻ പോയെങ്കിലും എല്ലാവരെയും കൂടെ കാണാൻ പറ്റിയില്ല. എന്നെ ഒരു ലെൻസിനെ കൊണ്ടുപോകുന്ന ചെലവില്ല. 22 ലക്ഷം ആൾ ഒരുമിച്ച് കൂടിയാൽ മനുഷ്യനിർമ്മിതമായ ഒരു കെട്ടിടത്തിലും ഉൾക്കൊള്ളാൻ ഒക്കാതെ വണ്ണം ആരാധകരുടെ അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കും. നമ്മളൊരു അന്ത്യകാലത്ത് എത്തിയത് കൊണ്ട്
ഒരു ശക്തിയേറിയ ഉണർവ് നടക്കുക. എന്നോട് കർത്താവദാസനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ മാർച്ച് മാസത്തിൽ, ഈ വർഷം മാർച്ച് മാസത്തിൽ ആഫ്രിക്കയിൽ വെച്ച് നടന്ന ഒരു കോൺഫറൻസിൽ പോയി പങ്കെടുക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ദൈവം എന്ന് വെച്ചാൽ വരുന്ന വർഷം അതേ കോൺഫറൻസ് അമേരിക്കയിൽ വെച്ചുകൊണ്ടായിരിക്കും. അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക് എന്ന പേരിൽ ഒരു പുതിയ നെറ്റ്വർക്ക് നടക്കുന്നുണ്ട്. അതിനകത്തെ ഒരാളിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്. അതിലൊന്ന് 45,000 മെമ്പേഴ്സ് എങ്കിലുമുള്ള ഒരു സഭയുടെ പാസ്റ്ററായിരിക്കും. അതിൽ താഴെ ഒരു പാസ്റ്റർ അവർ കൺസിഡർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ 1,00,000-ലധികം ആളുകളെ അക്രൈസ്തവരിൽ നിന്ന് കർത്താവിലേക്ക് നയിച്ചവരായിരിക്കും. കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഒന്ന് പോയി പങ്കെടുക്കാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. 112 പാസ്റ്റേഴ്സാണ് അവിടെ വന്നത്. ആ 112 പാസ്റ്റേഴ്സിന്റെ കീഴിലുള്ള വിശ്വാസികളുടെ അംഗസംഖ്യ 1,80,00,000. അങ്ങനെയാണ് ഒരു ചർച്ചിൽ എത്ര പേര് വെച്ചുണ്ടെന്ന് കണക്ക് കൂട്ടിക്കോ. കഴിഞ്ഞ 2 വർഷം കൊണ്ട് സംഭവിച്ച വ്യത്യാസമാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ടുണ്ടായത്. ഒരു ദേവദാസൻ എഴുന്നേറ്റ് പറഞ്ഞ അദ്ദേഹത്തിന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് 35,000 സെൽ ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. ഒരു സെൽ ഗ്രൂപ്പ് ആവറേജ് 15 വരെ വെച്ച് കൂട്ടിക്കും. 10-20 ഇടയിലാണ് ഒരു സെൽ ഗ്രൂപ്പ് സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 500 പേരുള്ള സെൽ ഗ്രൂപ്പുകളുള്ള ചർച്ചസ് ഉണ്ട്, അതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ആവറേജ് 15 വെച്ച് കൂട്ടിക്കും. 35,000 സെൽ ഗ്രൂപ്പുകളാണ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഒരു ചർച്ചിൽ ഫോം ചെയ്തത്. ദൈവം എന്തു മുതൽ എന്തുവരെ ചെയ്യും എന്നൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി. തെക്കേ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഉണർവ്. ഭൂമിയുടെ തെക്കേ അറ്റത്താണ് ഏറ്റവും കൂടുതൽ ഉണർവ്. ഞാൻ ഒരു മനുഷ്യൻ്റെ കഥ കൂടെ പറഞ്ഞേച്ച്, ഞാൻ കർത്താവദാസനോട് വഴിയിൽ പറഞ്ഞില്ല, ഒരു മനുഷ്യൻ്റെ മലയാളിയുടെ കഥ കൂടെ പറഞ്ഞേച്ച് ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച് ദൂതിലേക്ക് പോയിക്കോളെ. മാത്യു മത്തായി എന്ന പേരിൽ കോട്ടയം സ്വദേശിയായ ഒരാൾ ഇന്ന് ന്യൂസിലൻഡിലെ വെല്ലിംഗ്ടൺ എന്ന ടൗണിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഒരു ഉണർവ് അവിടെ ഉണ്ടാകും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സ്മിത്ത് വെർമിൽസ്വർത്ത് പണ്ടൊരു കാലം വെല്ലിംഗ്ടൺ സന്ദർശിക്കുന്ന കാലത്ത് അവിടെ ഒരു പള്ളിയുടെ അകത്ത് നിന്നൊരു പ്രവചനം പറഞ്ഞിരുന്നു. ലോകത്തിന്റെ ഉണർവ് ലോകത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ച് വടക്കോട്ട് പരക്കും. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ ദൂത്. ഈ ദൂതിനെ കുറിച്ച് 2 വർഷം മുമ്പ് ഞാൻ കേട്ടിരുന്നു. ഞാൻ ഓസ്ട്രേലിയ വെച്ചാണ് ഈ ദൂതിനെ കുറിച്ച് കേട്ടത്. അത് കേട്ടത് മുതൽ ഭൂമിയുടെ തെക്കേ അറ്റം എന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് ചെല്ലാൻ അസ്വസ്ഥമുള്ള ഭാഗം ഒരു പക്ഷേ ന്യൂസിലൻഡ് ആയിരിക്കും. അതുകൊണ്ട് ന്യൂസിലൻഡിൽ ഇനിയും പോകുമ്പം ഇതൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കണമെന്നൊക്കെ എനിക്ക് ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വെല്ലിംഗ്ടണിലേക്ക് പോകണമെന്നൊരു ഫീലിംഗ് എൻ്റെ ഹൃദയത്തിലുണ്ടായി. ഒടുവിൽ ഞാൻ വെല്ലിംഗ്ടണിൽ ചെന്ന് വിട്ടു. ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ഞാൻ വെല്ലിംഗ്ടണിൽ ചെന്ന് വിട്ടു. ഞാൻ വെല്ലിംഗ്ടണിൽ ചെന്ന് വിടാനുള്ളതിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാൾ പാസ്റ്റർ മാത്യു മത്തായി. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ ഭൂമിയുടെ തെക്കേറ്റത്തുനിന്ന് ഒരു ഉണർവുണ്ടാകുമെന്ന് സ്മിത്ത് വെർമിൽസ്വർത്ത് പണ്ട് ഇവിടെ വെച്ചോ പ്രവചിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് മുതൽ ഈ വെല്ലിംഗ്ടണിലൊന്ന് പറയുന്നത് തെക്ക് ഭാഗമാണല്ലോ, ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് തൻ്റെ ചരിത്രം പറഞ്ഞു. നേരെ എന്നെ ചോദിച്ചത് ഇവിടെ വെച്ചാൽ ഈ പ്രവചനം പറഞ്ഞെന്നല്ലോ അറിയാമെന്ന് പറഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല. അദ്ദേഹം വിരൽ ചൂണ്ടിച്ച് പറഞ്ഞു, ആ കാണുന്ന കെട്ടിടം കാണാമെന്ന്. ഞാൻ പറഞ്ഞ് കാണാം, അതിനകത്ത് വെച്ചാൽ പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് പെട്ടില്ലോ എന്നുള്ളത് എനിക്കൊരു ഭയങ്കര സന്തോഷം. ആ കെട്ടിടത്തിനകത്താരും കയറാൻ ഇപ്പം ഗവൺമെൻറ് അനുവദിക്കത്തില്ല. കാര്യം കൂടെ ഭൂമി കുലുക്കം ഉണ്ടാകുന്ന ന്യൂസിലൻഡിൽ 100 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അതുകൊണ്ട് അത് പെയിൻറ്റ് ചെയ്തവർ മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിലും അതിനകത്ത് ആളുകൾ കയറാൻ സമ്മതിക്കത്തില്ല. പകരം അതിന് മുന്നിൽ ചെന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഉണർവേ വരിക എന്ന് പറഞ്ഞേച്ച് പോരാൻ മാത്രമിടയായി. മാത്യു മത്തായി എന്നോട് പറഞ്ഞ് അദ്ദേഹത്തോട് ചെന്ന് ചേർന്ന സാഹചര്യം. വേറൊരാളുടെ കഥ ഞാൻ പറയുകയാണ്. ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറായി ഗുജറാത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു അദ്ദേഹം, പാസ്റ്റർ മാത്യു മത്തായി. അദ്ദേഹത്തിന് ഭാര്യയും 2 കുഞ്ഞുങ്ങളും പ്രായമായി തൻ്റെ മാതാവും പിതാവും ഉണ്ട്. ഇവരുടെ എല്ലാം ചുമതലയുള്ളതുകൊണ്ട് ഭാഗികമായി സുവിശേഷ വേലയിൽ ചെയ്യുകയും പൂർണ്ണ സമയമായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു പൈസ ഉണ്ടാക്കുക. ഇതായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ട്. അതിനിടയ്ക്ക് ഒരു ദിവസം പരിശുദ്ധാത്മാവ് തന്നോട് പറഞ്ഞു, നീ ജോലിയെല്ലാം കൂടെ വിട്ടേച്ച് നീ ന്യൂസിലൻഡിലൊന്ന് പോകണം. ഭൂമിയിൽ ഒരു ഉണർവ് ആരംഭിക്കും. അന്ന് നിന്നെ ന്യൂസിലൻഡിൽ വേണം. ദൈവം ഓരോരുത്തർക്ക് പ്ലേസ് ചെയ്യും. നിങ്ങളിൽ ആരെയൊക്കെ ഇവിടെ പ്ലേസ് ചെയ്യുന്ന ദൈവത്തിൽ മാത്രം അറിയാം. ചിലപ്പോൾ അവരോടും അറിയായിരിക്കും ദൈവം എന്നെ അതിനെ വിടാക്കിയത്. അദ്ദേഹത്തോട് പറഞ്ഞിരിക്കും, നിന്നെ ന്യൂസിലൻഡിൽ പ്ലേസ് ചെയ്യാനുണ്ട്, നീ ന്യൂസിലൻഡിൽ പോകണം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ എങ്ങനെയോ ഒരു ചിന്തയങ്ങ് വന്നു, എനിക്ക് വെല്ലിംഗ്ടണിൽ പോകണം. പക്ഷെ ന്യൂസിലൻഡിൽ അദ്ദേഹത്തെ അറിയുന്ന ഒരാളില്ല. ഇവിടുന്നുള്ള ജോലിയും കളഞ്ഞിച്ച് ന്യൂസിലൻഡിൽ പോയാൽ കുഞ്ഞുങ്ങൾക്കാരും ചെലവിന് കൊടുക്കും, മാതാപിതാക്കളെ ആരും നോക്കും, കുടുംബമാര് പുലർത്തും. അതുകൊണ്ട് പോകാനൊക്കത്തില്ല. വീണ്ടും ആവർത്തിച്ച് ദൈവം ഇടപെടാൻ തുടങ്ങി. എനിക്കിതിനെ ന്യൂസിലൻഡിൽ വേണം.
ഒരു ദിവസം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ന്യൂസിലൻഡിൽ എൻ്റെ ഒരു പഴയ സ്നേഹിതനുണ്ട്, അദ്ദേഹം എന്നെ അവിടെ ചെന്ന് ജോലി ചെയ്യാനായിട്ട് വിളിക്കുന്നു, ഇവിടെ നിന്ന് കളഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിലൂടെ നല്ല ജോലി കിട്ടിയേക്ക് പോട്ടെ എന്ന് ചോദിച്ചു. ആ സ്ത്രീക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, സ്നേഹിതൻ്റെ പേരെന്നാന്ന്. അപ്പോഴാണ് മനസ്സിലായത് സ്നേഹിതൻ്റെ പേരറിയില്ല. അവിടെ ഒരു സ്നേഹിതനില്ല, പിന്നെ എന്നെ വെച്ച പേര് പറയും. ഞാൻ പേരെന്ന് മറന്നുപോയെന്ന് മാത്രം. വീണ്ടും വീണ്ടും ദൈവാത്മാവ് നിർബന്ധിക്കാൻ തുടങ്ങി. അബ്രഹാമിനെ അയച്ചോട് ഞാൻ നിന്നെ അയക്കുക എന്ന് ദൈവം പറഞ്ഞു. പുള്ളി ഭാര്യയോട് പറഞ്ഞു, വീണ്ടും അയാൾ വിളിച്ചിരുന്ന എൻ്റെ പേര് ഏബ്രഹാം എന്നാണ്, ഞാൻ മറന്നുപോയത്. അങ്ങനെ ന്യൂസിലൻഡിൽ താൻ തീരുമാനിച്ചു. തൻ്റെ ജോലി റിസൈൻ ചെയ്തു. 2 വർഷം ദൈവം ഇടപെട്ട ശേഷം തൻ്റെ ജോലി റിസൈൻ ചെയ്തു. ഇന്ത്യയിൽ നിന്ന് കിട്ടിയ റിട്ടയർമെൻ്റ് ബെനിഫിറ്റ് എല്ലാം കൂടെ ഡോളറാക്കി കിട്ടി. അങ്ങനെ അദ്ദേഹം ന്യൂസിലൻഡിലെത്തി. എന്നോട് പറഞ്ഞ വാചകം, ന്യൂസിലൻഡ് എയർപോർട്ടിൻ്റെ ഓക്ലൻഡ് എയർപോർട്ടിൻ്റെ വെളിയിൽ വന്നു. അതുവഴി എടുത്തോട്ടും വെളുത്തോട്ടും നടക്കുക. അറിയാവുന്ന ഒരു മനുഷ്യനിടെ പോകാൻ കൊള്ളാവുന്ന ഒരു ഇടമില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. അബ്രഹാം കറങ്ങിയതുപോലെ കറങ്ങാൻ തുടങ്ങി. അബ്രഹാമിനെ വിളിച്ചുപോലെ വിളിച്ചത്. താൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഒരു വടക്കേ ഇന്ത്യക്കാരുടെ ഒരു കുടുംബവും ഇതുപോലെ നടക്കുന്നുണ്ട്, ഒരു ഫാമിലിയാണ്. അവരോട് ഈ ചെന്നാന്ന് ചോദിച്ചോ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വരണ്ടിയിരുന്ന ആളിൻ്റെ കാറ് വഴിയിൽ വെച്ച് ആക്സിഡൻ്റായി. അപ്പോൾ അയാൾ ആശുപത്രി ഫസ്റ്റ് എയ്ഡിന് പോയി. അയാൾ ഇനി വരുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല. അയാൾ വരാതെ ഞങ്ങൾക്ക് പോകാനൊക്കെ അതുകൊണ്ട് വൈകുന്നേരം വരെ അയാൾ വരാതെ വന്നതുകൊണ്ട് 2 പേരും കൂടെ ചേർന്ന് ഒരു ഹോട്ടലെടുത്ത് ആ ഹോട്ടലിൽ താമസിച്ചു. അവർക്കും പൈസ എത്തിയവർ ഇദ്ദേഹത്തിനും തീരെയില്ല. ആ ഹോട്ടലിൽ ആദ്യത്തെ രാത്രിയിൽ കഴിയുമ്പോൾ ആ ഹോട്ടലിലെ ഒരു ജോലിക്കാരൻ വന്നേച്ച് ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ? അതെ. നിങ്ങളൊരു പാസ്റ്ററാണോ? വന്നിരിക്കുന്ന നിങ്ങൾ ഇന്ത്യക്കാരനല്ല, നിങ്ങളൊരു പാസ്റ്ററാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ പാസ്റ്ററാണ്, അല്ലാത്ത ജോലിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ചൊരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്, ആ മീറ്റിങ്ങിലൊന്ന് വരാം. അവിടെ കുറേ ഇന്ത്യക്കാരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അവരെ കൂടെ നിങ്ങൾക്ക് സംബോധന ചെയ്യാമെന്ന്. അദ്ദേഹത്തിന് ചെന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു മീറ്റിങ്ങിൻ്റെ ഒരു ഓപ്പണിംഗ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. അദ്ദേഹം നിശ്ചയമായിട്ടും വരാം. അങ്ങനെ പിറ്റേ ദിവസം ആ വിളിച്ച വീട്ടിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി, കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നു. ഒരു വെള്ളക്കാരൻ, ന്യൂസിലൻഡുകാരൻ, ഒരു സായിപ്പ് അദ്ദേഹത്തെ നോക്കി ആ എമ്മ വെട്ടോടെ നോക്കിക്കൊണ്ടു. മാത്യു മത്തായി എന്നാണ് പേരെങ്കിലും മത്തായി എന്നുള്ള പേര് പലരുടെയും വായി വരികയില്ല. അതുകൊണ്ട് മാത്യു എന്ന് മാത്രമായി ഒതുക്കി. അദ്ദേഹം അവിടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മാത്യു എന്നാന്ന് മാത്രം പറഞ്ഞു. ഈ മീറ്റിംഗ് തീർന്നു കഴിഞ്ഞ ഉടനെ ആ മുഴുവൻ സമയം നോക്കിക്കൊണ്ടിരുന്ന സായിപ്പ് വന്ന്, നിന്റെ മുഴുവൻ പേരെന്നാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുഴുവൻ പേര് മാത്യു മത്തായി എന്നാണ്. ഒരൊറ്റ നിലവിളിയോടുകൂടെ കെട്ടിപ്പിടിച്ചെന്ന് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദൈവമനുഷ്യ, ഇന്നേക്ക് 2 വർഷം മുമ്പേ നിങ്ങളുടെ രൂപം ദൈവം എന്നെ കാണിച്ചു. മാത്യു മത്തായി എന്നാണ് പേര് എന്ന് ദൈവം എന്നോട് പറഞ്ഞു. ദൈവം നിന്നെ ഈ പട്ടണത്തിലേക്ക് അയക്കുമെന്ന്, ഈ രാജ്യത്തേക്ക് അയക്കുമെന്നും നിന്റെ മുഴുവൻ ചെലവ് ഞാൻ നോക്കണമെന്നും ദൈവം എന്നോട് പറയാൻ വേണ്ടി 2 വർഷം. 2 വർഷം മുമ്പേ ഞാൻ നിനക്ക് വേണ്ടി ഒരു വീട് വാടകയ്ക്ക് എടുത്തു. മാസം 1500 രൂപ വാടക കൊടുത്ത് കഴിഞ്ഞ 2 വർഷം ഞാൻ ആ വീട് ഇട്ടിരിക്കുക. ആഴ്ചയിൽ 1 ദിവസം പോയി അത് തൂത്ത് തുടയ്ക്കും. നിനക്ക് ഇരിക്കാനുള്ള കസേരയും മേശയും വരെ ഞാൻ തൂത്ത് തുടച്ചിട്ടിരിക്കുക. ദയവായി ഇന്ന് തിരിച്ചു ഹോട്ടലിൽ പോകരുത്, എൻ്റെ കൂടെ വരണം, ആ വീട്ടിൽ വന്ന് പാർക്കണം. ആ മനുഷ്യന്റെ ചെലവിൽ വിളിച്ചു കൊണ്ടുപോയി ആ വീട്ടിൽ പാർപ്പിച്ചു. അതിനുശേഷമാണ് വീട്ടിലേക്ക് വിളിച്ച് ഓക്ലൻഡിലെത്തി എന്ന് മാത്രം പറഞ്ഞു. തുടർന്ന് 2-3 മാസം കഴിഞ്ഞ് ഈ മനുഷ്യന് കൊച്ചു ജോലി കിട്ടി. അതോടുകൂടെ കൊണ്ടുപോയ ആൾ മരിച്ചു. അയാൾ മരിക്കുന്നതിന് മുന്നമേ ദൈവത്തിന് ഉണർവിന് വേണ്ടി ചെയ്യാനുണ്ടായിരുന്ന ഒരു കൊച്ചു ഘടകം അയാളെ കൊണ്ട് നിവർത്തിക്കുവാനുണ്ടായിരുന്നു. അതിനാണ് അയാളെ കൊണ്ട് 2 വർഷം വീടിന് വാടക കൊടുപ്പിച്ച് 1500 വീട്ടിൽ താമസിപ്പിച്ചത്. മാത്യു മത്തായിക്ക് ഒരു കൊച്ചു ജോലി കിട്ടി. അദ്ദേഹത്തിൻ്റെ ഹൃദയം വാഞ്ചിക്കുന്നത് തെക്കോട്ട് മാറി വെല്ലിംഗ്ടൺ വരെ പോകാൻ. ഓക്ലൻഡിൽ നിന്ന് വെല്ലിംഗ്ടൺ വരെ വരണം, ആ രാജ്യത്തിൻ്റെ ഒരു നല്ല ഭാഗം കവർ ചെയ്യണം. അദ്ദേഹത്തിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരല്പം കൂടെ തെക്കോട്ട് മാറി ജോലി കിട്ടി. തെക്കോട്ട് മാറി ഒരു 3 വർഷം കൊണ്ട് അദ്ദേഹം വെല്ലിംഗ്ടണിലെത്തി. വെല്ലിംഗ്ടണിൽ ചെലവ് കഴിഞ്ഞു പോകാനുള്ള ഒരു ജോലി കിട്ടി. തുടർന്ന് പോയി തൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ടുവന്നു. അപ്പൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം ഉണ്ടോന്ന് പോലും എനിക്ക് ഇപ്പോൾ അറിഞ്ഞുകൂടാ. മാത്യു മത്തായി എന്നോട് പറഞ്ഞു, ഞാനിവിടെ വെല്ലിംഗ്ടണിൽ വന്ന് സ്വന്തമായി ഒരു വീട് വാടകയ്ക്കെടുത്തി അന്ന് മുതൽ ദൈവം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, എംബവേഴ്സിൽ നിന്ന് കൊണ്ടുവരണം, ഉണർവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ. കഴിഞ്ഞ 10 വർഷം ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുക. പക്ഷെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാനോ ഇവിടം വരെയുള്ള എയർഫെയർ തരാനോ നിവൃത്തിയില്ലാത്തിടത്തോളം എനിക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുമ്പോഴാണ് എംബവേഴ്സുകളുണ്ട് എന്ന് അറിഞ്ഞത്. അതുകൊണ്ട് ഞാൻ വിളിച്ചത് ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്മിത്ത് വിൽസ്വർത്ത് ദൂതെടുത്ത സ്ഥലത്ത് നിന്ന് 5 മിനിറ്റ് യാത്രയ്ക്ക് താഴെ ഉള്ളൂ. അത്രയും ദൂരെ മാറി
അദ്ദേഹത്തിന് ദൈവം ഒരു വീട് കൊടുത്തു. അവിടെ ചെന്നൊരു ഉണർവിനെ ഇൻവോക്ക് ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തോട് 10 വർഷമായിട്ട് ആവശ്യപ്പെട്ടു. 2 വർഷമായി എൻ്റെ ഹൃദയത്തിൽ ഓക്ലാൻഡിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയുണ്ട്. വെല്ലിംഗ്ടണിലേക്ക് പോകണം എന്നൊരു ചിന്തയുണ്ട്. എല്ലാം കൂടി തമ്പുരാൻ കൊണ്ടുവപ്പിച്ചത് നടന്നത് ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ. ദൈവത്തിന് എന്തോ ചില പ്രത്യേകതകളുള്ള ഒരു സമയം. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയാം, UK വരുവാൻ പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ട ഒരു സാഹചര്യമായതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. അല്ലേ മരത്തില്ല? ജൂലൈ മാസത്തിന് ഏതൊക്കെ കുറെ പ്രത്യേകതകളുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അനുഭവത്തിന്റെ ഒരു ഭാഗം കർത്താവ് ദാസനോട് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ വന്നത്. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു വന്നത്. അനുഭവത്തിന്റെ ഒരു ഭാഗം ദൈവം പടിപടിയായി ചെയ്യുന്ന ചില കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവപ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ജൂലൈ ഓഗസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ മാസങ്ങളാണ്. ഇതിനകത്ത് ചില ദിവസങ്ങളിൽ ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞതാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇങ്ങോട്ട് വരുന്നതിൻ്റെ കാരണം വളരെ സ്പെസിഫിക് ആയി ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഒരു കാഹളം ഇവിടെ ഊതേണ്ടതുണ്ട്. വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും ജീവിത വിശുദ്ധിയും ഒരുമിച്ച് സൂക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പിനെ മാത്രമേ ദൈവത്തിന് ഉണർവ് ഏൽപ്പിക്കാൻ ഒക്കത്തുള്ളൂ. അതിൻ്റെ താഴെ ഒരു ഗ്രൂപ്പിനെ ഉണർവ് ഏൽപ്പിക്കാൻ ഒക്കത്തില്ല. ഭൂമിയിൽ അനേക ഉണർവുകൾ ആരംഭിച്ചു. മിക്കതും അല്ല, എല്ലാം തന്നെ തീർന്നു. കാലദൈർഘ്യം കൂടുതൽ നിലനിന്ന ഉണർവുകൾ 4 വർഷം വരെയൊക്കെ നിന്നിട്ടുണ്ട്. പെന്തക്കോസ്തിന്റെ ഒന്നാമത്തെ ഉണർവ് ആരംഭിച്ചത് അസൂസ സ്ട്രീറ്റിൽ ആരംഭിച്ചത് 4 വർഷത്തിൽ താഴെ തീർന്നു. അതിനകത്തൊക്കെ ദൈവം ഉപയോഗിച്ച ദൈവദാസന്മാരുടെ ചരിത്രങ്ങളൊക്കെ കേട്ടാൽ നമ്മളെപ്പോലുള്ളവർക്ക് അടുത്ത് നിന്ന് കേൾക്കാനൊക്കത്തില്ല. അതിനേക്കാൾ ശക്തന്മാരെയാണ് ദൈവം ഉപയോഗിച്ചത്. അവർ വീണുപോയി. എന്താ വീഴാൻ കാര്യം? ഒന്നുകിൽ ഉപദേശത്തിന്റെ പെശക്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പെശക്. രണ്ടിലൊന്നിലാണ് ഇവർ വീണത്. ദൈവത്തിനൊരു നിലനിൽക്കുന്ന ഉണർവുണ്ടാക്കി ഈ അന്ത്യകാലത്ത് ആരെയെങ്കിലും ചിലരെ കൂടെ കർത്താവിന് വേണ്ടി നേടി അവരിലൂടെ ഒരു ശക്തിയായ ഉണർവ് ഈ ഭൂമിയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് കൊള്ളാവുന്ന കുറെ ആളുകളെ ദൈവം വേണം. അതിൽ ചിലർ നമ്മളാകുമോ? അതായിരിക്കറിയേണ്ടത്. അതിൽ ചിലർ നമ്മളാകുമോ? കഴിഞ്ഞ ഉണർവിൽ അതിശക്തമായി ദൈവം ഉപയോഗിച്ച, അല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ ഉണർവിൽ ദൈവം ഉപയോഗിച്ച 1-2 വ്യക്തികളെ ഞാനൊന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് നമുക്കിതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാം. ജോൺ ജി ലേക്ക്, നിങ്ങളിൽ ചിലർ കേട്ടുക. വെബ്സൈറ്റിലൊക്കെ തപ്പിയാൽ കിട്ടാനുള്ളതിനുള്ള ഇന്റർനെറ്റിൽ കിട്ടും. ജോൺ ജി ലേക്ക്. ഗോഡ്സ് ജനറൽസ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. അതേ പേരിൽ തന്നെ DVD-കളുണ്ട്. ഗോഡ്സ് ജനറൽസ്, ദൈവത്തിന്റെ സൈന്യാധിപന്മാർ. ദൈവത്തിന് ഈ ഭൂമിയിൽ കുറെ സൈന്യാധിപന്മാരുണ്ടായിരുന്നു. എബ്രിയേലും പാർട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. എന്നാൽ ഈ ഭൂമിയിൽ ദൈവത്തിന് ചില സൈന്യാധിപന്മാരുണ്ടായിരുന്നു. അതിലൊരുവനാണ് ജോൺ ജി ലേക്ക്. പെന്തക്കോസ്തിന്റെ ആരംഭ ഉണർവിൽ മുന്നോട്ട് വന്ന ജോൺ ജി ലേക്ക് വാഷിംഗ്ടൺ DC-യിൽ 1 വർഷം താമസിച്ചിരുന്നു. ആ 1 വർഷം കൊണ്ട് മെഡിക്കലി സർട്ടിഫൈഡ് ഹീലിംഗ്സ്. ഞാൻ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ 100 രോഗികൾ സൗഖ്യമാകും. അതിൽ 2 എണ്ണമായിരിക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നത്. മെഡിക്കലി സർട്ടിഫൈഡ് ഹീലിംഗ് വാസ് above 100,000. 1,00,000-ലധികം ഹീലിംഗ്സ് ആണ് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തത് അതിനോടകം വാഷിംഗ്ടൺ DC-യിൽ ഉണ്ടായത്. ഈ സമയത്താണ് ആഫ്രിക്കയിൽ ഒരു വലിയ പകർച്ചവ്യാധി വ്യാപരിക്കുന്നത്. ആഫ്രിക്കയിലെ പകർച്ചവ്യാധി നടക്കുന്ന ഇടത്തേക്ക് പോകുവാൻ ജോൺ ജി ലേക്കിന് ഒരു ദൈവാലോചന ലഭിച്ചു. അദ്ദേഹം പറഞ്ഞ, പകർച്ചവ്യാധിയുടെ നടുവിലേക്ക് ഞാൻ പോകുകയാണ്. 10,000 ദിവസം തോറും മരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ജോൺ ജി ലേക്ക് ഇറങ്ങി തിരിച്ചു. 3 വർഷം അദ്ദേഹം അവിടെ താമസിച്ചു. പകർച്ചവ്യാധി നിന്നു. ഈ പകർച്ചവ്യാധിയുടെ ഭാഗമല്ലാതെ സൗഖ്യമായ രോഗികളുടെ എണ്ണം 5,00,000-ൽ അധികമാണ് 3 വർഷം കൊണ്ട്. ഈ പകർച്ചവ്യാധിക്ക് അതിൽ നിന്നൊരു വിടുതലിന് വേണ്ടി ഒരു വാക്സിൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. പക്ഷെ ഒരു വാക്സിനെ കൊണ്ട് ഒക്കാത്ത രോഗസൗഖ്യമാണ് ഈ മനുഷ്യൻ ചെന്ന് കയറുന്ന ഗ്രാമത്തിൽ നിന്ന് പകർച്ചവ്യാധി നീക്കുക. ഈ ശാസ്ത്രജ്ഞന്മാർ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് നിന്നെ കൊണ്ട് ഇത് കഴിയുന്നു? അദ്ദേഹം പറഞ്ഞ, ജീവനും മരണവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ മരണം മരിച്ചു മാറും, ജീവൻ ജീവനിൽ തുടരും. അദ്ദേഹത്തിന്റെ വാചകം, ജീവനും മരണവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ മരണം മരിച്ചു മാറും, ജീവൻ ജീവനിൽ തുടരും. അവരൊരു ചോദ്യം ചോദിച്ചു. ജോൺ ജി ലേക്കിന്റെ ജീവചരിത്ര പുസ്തകത്തിനകത്ത് ഇത് കിടപ്പുണ്ട്. ഗോഡ്സ് ജനറൽസ് എന്ന പുസ്തകത്തിൽ ഇത് കിടപ്പുണ്ട്. അവരൊരു ചോദ്യം ചോദിച്ചു. ഞങ്ങളൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ ഒത്തിരി കൂടെ നന്നായി അറിയാവുന്നവരാണ് നിങ്ങൾ. അതേ രോഗത്തിന്റെ അണുക്കളെ തന്നെ ഡെവലപ്പ് ചെയ്തു. ശക്തിയുള്ള അതേ രോഗത്തിന്റെ അണുക്കൾ നിന്റെ കയ്യിലോട്ട് ഇട്ടു തന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് തെളിയിച്ചെടുക്കാൻ കഴിയുമോ?
മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടുകൂടെ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്ന ലായനിക്കകത്ത് കലർത്തിയ മാരക രോഗത്തിന്റെ അണുക്കൾ തന്റെ ശരീരത്തിൽ തന്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ മൈക്രോസ്കോപ്പിലൂടെ അവർ കാണുകയാണ് തൊടുന്ന രോഗാണു ചത്തി താഴെ വരുന്നത്. മരണം ജീവനും തമ്മിൽ കൂട്ടിമുട്ടിയാൽ മരണം മരിച്ചു മാറും, ജീവനിൽ തന്നെ തുടരും. പക്ഷേ ജോൺജിയിലേക്ക് ഉൾപ്പെട്ടു നിന്ന ഉണർവ് 4 വർഷത്തിനകം തീർന്നു. വില്യം ബ്രഹാംസ് അതിനകത്ത് അതിശക്തമായി പ്രയോജനപ്പെട്ട ഒരു മനുഷ്യൻ. വില്യം ബ്രഹാംസിന്റെ മകൻ ഡേവിഡ് ബ്രഹാംസിനെ എന്റെ കണ്ണുകൊണ്ട് കാണുവാനും ഷെയ്ക്കാൻ കൊടുക്കുവാനും ഒരുമിച്ച് സംസാരിക്കുവാനും കർത്താവ് എനിക്കും പദവി തന്നു. വില്യം ബ്രഹാംസിനെ കുറിച്ച് പറയുന്നത് 2 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ മനുഷ്യൻ. ഗോഡ്സ് നിമവൽസിൽ അദ്ദേഹത്തിന്റെ ചരിത്രം കിടപ്പുണ്ട്. തൊടാം. വില്യം ബ്രഹാംസ് പെന്തക്കോസ്തിന്റെ ആരംഭ ഉണർവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കവേ ഒരിക്കൽ ടെക്സസിലുള്ള ഡാളസ് എന്ന പട്ടണത്തിൽ ഒരു കൺവെൻഷന് വേണ്ടി പോയി. ആ കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തലയ്ക്ക് മുകളിൽ ഒരു പ്രകാശ ദീപം ഇറങ്ങി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു അഗ്നിത്തൂണ് ഇറങ്ങി നിൽക്കുന്നത് ജനം മുഴുവനും കണ്ടു. ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്നപ്പോൾ അഗ്നിസ്തംഭം ഇറങ്ങി നിന്നുവെന്ന് പ്രസംഗിക്കുമ്പോൾ തന്റെ തലയ്ക്ക് മുകളിൽ ഒരു അഗ്നിസ്തംഭം ഇറങ്ങി നിൽക്കുന്നു. ഇത് കണ്ട ജനം, നമ്മുടെ ആളുകൾ എന്നിരുന്നാലും മഞ്ഞപ്പത്രത്തിൽ എഴുതി നിർത്തും, അതിന്റെ വഴി നിങ്ങൾ നടന്ന് കുറെ അനാവശ്യം പറഞ്ഞ് നിർത്തും. പക്ഷെ അവരതുകൊണ്ട് നിർത്തിയില്ല. അവർ അമേരിക്കൻ കോടതിയിൽ ഹാജരായി. അവർ കോടതി അറിയിച്ചു, ഇവൻ മാജിക്ക് നടത്തി ആളുകളെ കളിപ്പിച്ച് വിശ്വാസം മാറ്റുന്നു, അതുകൊണ്ട് ഇവനെ നിരോധിക്കണം. ജഡ്ജ് അദ്ദേഹത്തെ വിളിപ്പിച്ചു. കോടതിയിൽ അദ്ദേഹത്തെ വിധിക്കുവാനായി കയറ്റി. പക്ഷേ ആ മനുഷ്യനെ കണ്ട ടെക്സസ് ഹൈക്കോടതിയുടെ ജഡ്ജിന് മനസ്സിലായി ഇവനൊരു ദൈവ മനുഷ്യൻ. അവൻ പ്രസംഗിക്കുന്ന സമയം അവന്റെ തലയുടെ മുകളിൽ തീ ഇറങ്ങി നിന്ന ആളുകൾ കണ്ടു. അത് മാജിക്കാണെന്ന് ആളുകൾ പറയുന്നു. അല്ലെന്ന് പറയാൻ ജഡ്ജിനൊക്കത്തില്ല. ഇതിന് എവിടെ തെളിയും? എന്തുകൊണ്ട് ഇത് തെളിയിക്കും? ഈ മനുഷ്യന്റെ പ്രസംഗം നിരോധിക്കുകയോ പ്രസംഗിക്കരുതെന്ന് പറയുകയോ ശിക്ഷിക്കുകയോ ചെയ്താൽ തനിക്കായിരിക്കും ദൈവത്തിങ്കിൽ നിന്ന് ശിക്ഷ വരുന്നതെന്ന് ജഡ്ജി മനസ്സിലാക്കി. കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ജഡ്ജിന് കൊതിയായി. പക്ഷെ കേസ് കൊടുത്തവർ പിൻവലിക്കത്തില്ല. ഈ മനുഷ്യനെ എന്തുകൊണ്ട് വിധിക്കും? ജഡ്ജ് ഒരു വേല കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ അവര് വില്യം ബ്രഹാംസിനോട് ചോദിച്ചു, ബ്രഹാം നീ എവിടുത്തുകാരനാണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കാലിഫോർണിയക്കാരനാണ്. ജഡ്ജ് എഴുതി വെച്ചത് എന്റെ ജുറിസ്ഡിക്ഷനിൽ പെടുന്ന കേസേ അല്ല, ഇവൻ കാലിഫോർണിയക്കാരനായതുകൊണ്ട് ഇത് കാലിഫോർണിയക്കാരൻ തീരുമാനിക്കട്ടെ, എന്റെ ജുറിസ്ഡിക്ഷനിൽ പെടുന്ന കേസ് അല്ലെന്ന് പറഞ്ഞ അയാൾ മാറി. കേസ് കാലിഫോർണിയയിൽ എത്തുന്നതിന് മുന്നമേ അവിടുത്തെ ജഡ്ജിന് ഇൻഫർമേഷൻ കിട്ടി, ഒരു ദൈവമനുഷ്യന്റെ കേസ് വരുന്നു. ടെക്സസിലെ ജഡ്ജിന് പേടിയായിട്ട് എന്റെ തലയെ കെട്ടിവെച്ചതാണ്. എങ്ങനെ രക്ഷപ്പെടും? ഇയാൾ ഇവിടുത്തുകാരൻ തന്നെയാണ്. വിധിക്കുവാൻ വേണ്ടി വിളിച്ചു. നേരെ അദ്ദേഹം കോടതിയുടെ മുമ്പിൽ ഹാജരായതോടെ കോടതിയുടെ ആത്മീയ അന്തരീക്ഷം മാറി. ജഡ്ജിന് മനസ്സിലായി ഇതൊരു ദൈവമനുഷ്യനാണ്, ഇവനെ തൊട്ടാൽ രക്ഷപ്പെടുകയില്ല. എങ്ങനെ രക്ഷപ്പെടും? ജഡ്ജി അദ്ദേഹത്തെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ഒരു വേല വെച്ചു. ജഡ്ജി അദ്ദേഹത്തോട് പറഞ്ഞു, മനുഷ്യ നിങ്ങളിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് വേളി അഗ്നിസ്തംഭം ഇറങ്ങി വന്നു എന്ന് പറയുന്നു. അതെ. അത് നിങ്ങൾ വരുത്തിയതല്ലോ? അല്ല. പിന്നെ ദൈവം അയച്ചതല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നുകൂടെ വരുത്തണമെങ്കിൽ ദൈവം നോക്കണമല്ലോ. അതെ. ഇനി ഒന്ന് കാണിക്കാമോ? ദൈവം നോക്കിയാലേ ഒക്കുള്ളൂ. ഇയാൾ വരെ തെളിവില്ലെന്ന് പറഞ്ഞ് തള്ളാൻ ആ ജഡ്ജി ഇരുന്നത്. പക്ഷെ വില്യം ബ്രഹാം വിട്ടില്ല. വില്യം ബ്രഹാം പറഞ്ഞ് ഇനിയും കാണിക്കാം. വിളിച്ചിടൂ, അതെങ്ങനെയാണോ ഒക്കുന്നത്? ദൈവമല്ലേ ചെയ്തത്? അതെ. പിന്നെങ്ങനെയാണോ ഇനിയും താൻ കാണിക്കുന്നത്? ദൈവം ജീവിക്കുന്നത് കൊണ്ട്. എന്റെ ദൈവം ചത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു. ജഡ്ജിന് അരിശം വന്നു. ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ജഡ്ജിന് അരിശം വന്നു. ജഡ്ജി വെച്ച് എപ്പോൾ കാണിക്കണോ എന്ന് ചോദിച്ചു. അടുത്ത മീറ്റിങ്ങിന് കാണിക്കാം സാർ. എവിടെയാണോ അടുത്ത മീറ്റിംഗ്? ഇവിടെ കാലിഫോർണിയയിൽ തന്നെയാ സാർ. എന്നാണ്? വരുന്ന ആഴ്ചയല്ലേ സാർ, വാ കാണിക്കാം. വെല്ലുവിളി ഉയർന്നതോടെ ജഡ്ജ് ഒറ്റ ഓർഡർ ഇട്ടു. ഇന്നു മുതൽ ആ കൺവെൻഷന്റെ വെന്യൂ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ടേക്ക് ഓവർ ചെയ്യട്ടെ. അമേരിക്കൻ പോലീസ് അതിന്റെ വട്ടം കാവൽ നിൽക്കട്ടെ. രാസപദാർത്ഥങ്ങൾ മണത്തെറിയുന്ന അമേരിക്കൻ പോലീസ് ഡോഗ്സ് ആ ഭാഗം ശോധന ചെയ്യട്ടെ. രാസപദാർത്ഥങ്ങൾ ഒന്നും അതിനകത്തില്ല എന്ന് ഉറപ്പുവരുത്തട്ടെ. കൺവെൻഷൻ ദിവസം സ്റ്റേജിൽ കയറുന്ന ഓരോരുത്തരെയും ഫ്രിക്ക് ചെയ്ത്, ഇന്നാണ് ഇലക്ട്രോണിക് സ്ക്രീനിങ് ഒക്കെ ഉള്ളത്, അന്നതില്ല, വസ്ത്രം അഴിച്ച് ശോധനയാക്കുന്നത്, ഫ്രിക്ക് ചെയ്ത് അവരെ സ്റ്റേജിൽ കയറ്റട്ടെ. തീ ഇറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും മുഴുസമയം അമേരിക്കയുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് ക്യാമറകളുമായി വട്ടം നിൽക്കട്ടെ. സംഭവം മുഴുവനും പകർത്തി കോടതിക്ക് ഹാജരാക്കട്ടെ. വില്യം ബ്രഹാം പ്രസംഗിക്കുവാനെത്തി.
ഒരൊറ്റയാളിനെ പാട്ടുപാടാൻ പോലും സ്റ്റേജിൽ അനുവദിച്ചിട്ടില്ല. വില്യം ബ്രഹാംസിന്റെ ബൈബിൾ സ്റ്റേജിൽ കയറ്റുവാൻ അനുവദിച്ചില്ല. അദ്ദേഹത്തെ ഫ്രിക്ക് ചെയ്തു അമേരിക്കൻ പോലീസ്. ബൈബിൾ പോലും കൊടുക്കാതെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. ബ്രഹാം സ്റ്റേജിൽ കയറി. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ എന്റെ കയ്യിൽ ഇല്ലെങ്കിലും ആ തിരുവചന ഭാഗങ്ങൾ എനിക്ക് കാണാതറിയാം. ദൈവം ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്നു. അഗ്നിസ്തംഭവും മേഘസ്തംഭവും അവർക്ക് വേണ്ടി അയച്ചെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്നു. താൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ അഗ്നിത്തൂണ്. അമേരിക്കൻ ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുത്തു. ഔദ്യോഗികമായി കാലിഫോർണിയൻ ഹൈക്കോടതിയിൽ ഹാജരാക്കി. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടെ ആ ഫോട്ടോ അവർ പ്രസിദ്ധീകരിച്ചതിന്റെ കോപ്പികൾ ഗോഡ്സ് ജനറൽസിൽ ഇന്നും കിടപ്പുണ്ട്. 2 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയ മനുഷ്യനാണ് വില്യം ബ്രഹാംസ്. പക്ഷേ താൻ അഹങ്കരിച്ചു. 2 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് തീയിറക്കുവാൻ കഴിഞ്ഞതിനാൽ താൻ ഏലിയാവെന്ന് സ്വയം പ്രഖ്യാപിച്ചു. 4 വർഷം കൊണ്ട് ആ ലോകം കണ്ട ഏറ്റവും വലിയ ഉണർവ് പൊട്ടിത്തീർന്നു. 4 വർഷം കൊണ്ടത് കഴിഞ്ഞു. 2 പ്രാവശ്യം സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയവനാണ് താൻ. ഇതിനോടകം മരിച്ചുപോയ 3 ശവങ്ങളെ താൻ ഉയർപ്പിച്ചിരുന്നു. 3 ശവങ്ങളെ താൻ ഉയർപ്പിച്ചിരുന്നു. 2 പ്രാവശ്യം തീയിറക്കുകയും 3 ശവശരീരങ്ങളെ ഉയർപ്പിക്കുകയും ചെയ്താൽ തനിക്ക് തുല്യനായി ക്രിസ്ത്യഗോളത്തിൽ മറ്റാരുമില്ല എന്ന് അദ്ദേഹം സ്വയം വാദിച്ചു. മാത്രമല്ല, ഒന്നിനു പുറകെ ഒന്നായി പാപങ്ങളിൽ ആ മനുഷ്യൻ ചെന്നകപ്പെട്ടു. എന്തിന്? ദൈവമില്ലാത്തവനായി ശിക്ഷിക്കപ്പെട്ട് ഒരു വാഹന അപകടത്തിൽ അദ്ദേഹം മരിച്ചു. മരിക്കുന്ന സമയത്തും ഒരു വ്യക്തിയെ ഉയർപ്പിച്ചു. തന്റെ മകൻ അതിന് ദൃക്സാക്ഷിയാണ്. ആ ചരിത്രം മുഴുവനും ഗോഡ്സ് ജനറൽസിലുണ്ട്. ആ മോനോട് സംസാരിക്കുവാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കഴിഞ്ഞു. ദൈവം അതിശക്തമായി ആരംഭിച്ച പല ഉണർവുകളും ഇതെല്ലാം അതിന്റെ വേല ചെയ്യുന്നുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്നും ഒരു ഉണർവ് തുടരുവാനുള്ള കാര്യമാണ് ഇത് ആരംഭിച്ചത്. എന്നാൽ ആരംഭിച്ച ഇടങ്ങളിൽ തന്നെ അത് കെട്ടടങ്ങാത്തൊരു ഉണർവ് ദൈവത്തിന് തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുവാനുണ്ട്. അതിനുവേണ്ടി തൃക്കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളെ ദൈവത്തിന് വേണം. ഞാൻ കഴിഞ്ഞ 1 വർഷം ഏറെക്കുറെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ അറിയിച്ചുകൊണ്ടിരുന്ന ദൂതിന്റെ ഒരു ഭാഗം ഇതാണ്. ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ, വിശ്വസ്തരെ തമ്പുരാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൈ കിട്ടിയാൽ ദൈവം ഒരു ഉണർവ് അവരെ ഏൽപ്പിക്കും. ഈ ലോകത്തിൽ വീണ്ടും ഒരു ഉണർവ് വരികയാണ്. തെക്കേ അമേരിക്കയിൽ ഇന്നൊരു ശക്തിയേറിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. തെക്കേ അമേരിക്കയിലാണ് ഏറ്റവും ശക്തമായ ഉണർവ് നടക്കുന്നത്. തെക്കേ അറ്റത്ത് ന്യൂസിലൻഡിലൊന്നും ആകും. ഈ ദിവസങ്ങളിലാകും. ലോകമെല്ലാം ഇത് പരക്കും. തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നവർക്ക് പുറമെ പോളിയോ മിച്ചമിന്റെ ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്കിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസ്താവന അനുസരിച്ച് ഇന്നേക്ക് 2 വർഷങ്ങൾക്ക് മുമ്പേ പോളിയോ മിച്ചാവ് 8.5 ലക്ഷം മെമ്പേഴ്സ് ഉണ്ടായിരുന്ന തന്റെ സഭയുടെ സീനിയർ പാസ്റ്ററായി തുടരുന്നതിൽ നിന്ന് വിരമിച്ചു. തനിക്ക് പ്രായമായി, തന്റെ കഴിവുകൾ കുറഞ്ഞു, ഓർമ്മശക്തി കുറഞ്ഞു. തുടർന്ന് 8.5 ലക്ഷം ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയാസമായവയാൽ സ്വയം ആ സ്ഥാനത്ത് നിന്ന് മാറുവാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ 8.5 ലക്ഷം ആളുകളെ കൊണ്ടു നടക്കുവാൻ കഴിവുള്ള അഭിഷക്തരായ ഒരാളിനെ എഴുന്നേൽപ്പിക്കുവാൻ തനിക്ക് കഴിയാതെ. എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ദൈവത്തിൻ്റെതാണെങ്കിൽ അതിന്റെ പുറകിൽ ഒരു അഭിഷേകം. അദ്ദേഹത്തിന് ഓർമ്മശക്തി കുറഞ്ഞു. പല വാക്കുകൾ തനിക്ക് കിട്ടുന്നില്ല. തന്റെ ഓർമ്മശക്തി കുറഞ്ഞതിന് ഒരു അഭിഷേകത്തിന് കൈമാറുവാൻ അത്രയത്തിന് അഭിഷേകമുള്ള ഒരാളിനെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് ആയിരുന്നു 3 പേരെ. അവരുടെ അഭിഷേകത്തിന്റെ അറിവ് അദ്ദേഹത്തിന്റെ അസസ്മെന്റിന് ഒത്തവണ്ണം അദ്ദേഹം എടുക്കുകയും ഒരു 2 ലക്ഷം, ഒരുത്തർ 2.5 ലക്ഷം, മൂന്നാമന് ബാക്കി അങ്ങനെ പകുത്തു കൊടുക്കുകയും ചെയ്തു. ഇതിൽ 2.5 ലക്ഷം ആളുകളെ കിട്ടിയ ദേവദാസൻ ഞങ്ങളോടൊപ്പം ആഫ്രിക്കയിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, 2 വർഷത്തിന് മുമ്പേ 2.5 ലക്ഷം ആളുകളെയാണ് എനിക്ക് തന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷം കൊണ്ട് തിരിച്ചത് 8.5 ലക്ഷമായി. എന്ന് പറഞ്ഞാൽ 6 ലക്ഷം ബുദ്ധമതക്കാരെ മുക്കിയെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ. ഇന്നെന്ത് വന്നുകൊണ്ടിരിക്കുന്ന ഉണർവ് എന്നതിന്റെ ഒരു ഭാഗത്തോടെ കയറി ഇറങ്ങുക. ഈ ഉണർവിൽ വന്നുകൂടിയവരെല്ലാവരും ഒരുമിച്ച് അവർ യുണിക് ഒരൊറ്റ ആശയം പറയുന്നുണ്ട്. ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സിൽ ആ നെറ്റ്വർക്കിൽ പങ്കെടുക്കുവാൻ വന്നതിൽ മുഴുവൻ പേരും ചേർന്ന് ഒരാശയം പറയുന്നുണ്ട്. യോഗ്യമായ അഭിഷേകവും ജീവിത വിശുദ്ധിയും ഉപദേശശുദ്ധിയും
ഉള്ള ഒരു വിഭാഗത്തെ മാത്രമേ തമ്പുരാൻ വിശ്വസ്തരെന്ന് എണ്ണത്തുള്ളൂ. അതിന് താഴെ ഒന്നിന്റെ കയ്യിൽ ഇത് കൈമാറുകയില്ല. 35,000 സെൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞത് 1-on-1 വ്യക്തിപരമായി വ്യക്തികളെ പഠിച്ച് അവരുടെ സ്വഭാവം ദൈവം അംഗീകരിക്കുന്നതിന് യോഗ്യം, അവർക്ക് ദുരുദ്ദേശങ്ങളിലേക്ക് കണ്ട് ഉറപ്പാക്കി ഒരു 100 പേരുള്ള ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി. തുടർന്ന് ആ 100 പേരുള്ള ഗ്രൂപ്പ് അടുത്ത 100 പേരെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ഗ്രൂപ്പ് ദൈവത്തിന് വേണ്ടി സ്വഭാവശുദ്ധിയിലും ഉപദേശശുദ്ധിയിലും വന്നതുകൊണ്ടാണ് ഒരു വളർച്ചയിലേക്ക് വരുവാൻ ദൈവം അവർക്കിടയാക്കിയത്. ഇതിനകത്തിരിക്കുന്ന നമ്മിൽ ചിലർ ദൈവമേ എൻ്റെ ജീവിതം സ്വഭാവത്തിലും ജീവിതത്തിലും ഉപദേശത്തിലും ഒരുപോലെ വിശുദ്ധമായിരിക്കും എന്ന് പറയുവാൻ നമുക്കുണ്ടോ? നമ്മളിന്ന് സ്വയം ആലോചിക്കുന്നതല്ല. അടിമയുടെ ഒരു പ്രസ്താവന, എന്റെ സഭയിൽ ഒരുത്തരം ലീഡർഷിപ്പിന് വേണ്ടി എടുക്കണമെങ്കിൽ 22 ലക്ഷം ആളുകൾ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. 22 ലക്ഷം ജനം ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നത് ഒരു ചർച്ച കൊണ്ട് നടക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല. കേട്ടിട്ടുണ്ടോ ചർച്ചിനെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ? അതിന്റെ ബ്രാഞ്ച് ബാംഗ്ലൂരിൽ ബ്രാഞ്ചസ് പലയിടത്തുണ്ട്. പക്ഷെ അതിന്റെ മെയിൻ ചർച്ച് 1.5 കിലോമീറ്റർ നീളോ 1.5 കിലോമീറ്റർ വീതിയുള്ള ഒരു ടെന്റിനകത്ത് അവർ ആരാധിക്കുന്നത്. ഒന്ന് ഇമാജിൻ ചെയ്തു. ഒരു ഓൾട്ടർ കോൾ സ്റ്റേജിൽ നിന്ന് കൊടുത്താൽ സാധാരണഗതിയിൽ യേശുവിനെ രക്ഷിതമായി അംഗീകരിക്കാത്ത ഒരു പുറകിൽ വന്ന് നിൽക്കുകയുള്ള അകത്ത് കയറി ഇരിക്കുന്നു പോലുമില്ല. ആ പുള്ളിയായിരിക്കും ഒരു ഓൾട്ടർ കോളിന്റെ മുമ്പിൽ വരേണ്ടത്. ഈ 1.5 കിലോമീറ്റർ നടന്നു വരുന്നത് വരെ എന്തെങ്കിലും കാത്തിരിക്കുമെന്ന് കണ്ട എത്ര നേരം എടുക്കും? ഒരു 1.5 കിലോമീറ്റർ ദൂരം വരണമെങ്കിൽ എങ്ങനെ ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യും? ഞാൻ പോയി കണ്ടില്ല, എൻ്റെ മോൻ പോയി കണ്ടു. അവിടുത്തെ അടി 47 റോഡുകളാണ് ഈ ടെന്റിനകത്ത് കെട്ടിയിരിക്കുന്നത്. 47 ബസ് റൂട്ടുകൾ ഇതിനകത്ത്. ഫ്രണ്ടിൽ ഓൾട്ടർ കോൾ കൊടുക്കുവാൻ കർത്താവിന്റെ ദാസൻ എഴുന്നേൽക്കുമ്പോൾ ബസ്സുകൾ റെഡിയാണ്. 47 എണ്ണം പുറകിൽ സ്റ്റാർട്ട് ചെയ്തു. രക്ഷിക്കപ്പെടുവാനുള്ളവരെ ആദ്യം കയറ്റിയാണ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്നത്. രോഗശാന്തിക്ക് വേണ്ടി രോഗികളെ വിളിക്കുവാൻ ഒരുങ്ങുമ്പോൾ 47 ആംബുലൻസുകൾ സ്റ്റാർട്ട് ചെയ്തു. ഓരോ റൂട്ടിലും ആംബുലൻസാണ് അകത്ത് കൊണ്ടുവരുന്നത്. ഒരു ഞായറാഴ്ചത്തെ സ്തോത്ര കാഴ്ച കളക്ട് ചെയ്യാൻ 4 ബാങ്കുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനകത്ത് സ്തോത്ര കാഴ്ച കളക്ട് ചെയ്യുവാൻ. കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും വരുവാൻ കാരണമെന്ന് തന്റെ ലീഡർഷിപ്പിന് കൊടുത്തിരിക്കുന്ന സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഇതിൽ താഴെയുള്ള ഒന്നിനെ ലീഡർഷിപ്പിൽ അംഗീകരിക്കുകയില്ല. ഇന്ന് എന്റെ ദൈവത്തിന് അടുത്ത ഉണർവിന് വേണ്ടി കുറെ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ളത് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കുമെങ്കിൽ എത്ര പേരെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഉൾപ്പോവുകളെയും ആരാഞ്ഞറിയുന്ന ദൈവത്തിന് നമ്മിൽ ചിലരെ കാണുവാൻ കഴിയുമോ? നമ്മിൽ ചിലരെ എടുക്കുവാൻ കഴിയുമോ? ദൈവവുമായി അടുത്ത് ചിന്തിക്കുവാൻ, നമ്മെ തന്നെ വിലയിരുത്തുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. നമ്മിൽ ചിലരെ കിട്ടിയില്ലെങ്കിൽ വേറെ ചിലരെ ദൈവത്തിന് കിട്ടും. ദൈവം ചെയ്യുവാനുള്ളത് ചെയ്തിരിക്കും. നിശ്ചയം ദൈവം ചെയ്യാനുള്ളത് ചെയ്തിരിക്കും. ചില ആശയങ്ങളുടെ വേഗത്തിൽ തൊട്ടുപോകാം. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇറങ്ങാൻ താല്പര്യമുണ്ട്. ദൈവമാവിനോട് ഇന്നത്തെ ജനതയെ ഏതിനോട് താരതമ്യം ചെയ്യണം? സഭയിൽ എന്തുകൊണ്ട് ഉണർവ് വരുന്നില്ല, അല്ലെങ്കിൽ സഭയെ എന്തിനോട് താരതമ്യം ചെയ്യണം എന്നതിനെ കുറിച്ച് ചില താരതമ്യ പദങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു. ഒന്നിതായിരുന്നു മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണ് അവിടെ എല്ലാം. മത്തായിയുടെ സുവിശേഷം 22 ആയാൽ തുടർന്ന് നമ്മളുള്ളതെല്ലാം ആ അന്ത്യകാല സംഭവങ്ങളെ കുറിച്ചും അന്ത്യകാലത്തെ കുറിച്ചും യേശു പറഞ്ഞ ഭാഗങ്ങൾ തന്നെ എഴുതി വെച്ചിരിക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 22 ഒരു യജമാനൻ അല്ല ഒരു രാജാവ് യേശുവിന്റെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സന്ധ്യ കഴിച്ച് ഒരു രാജാവിനോട് സദൃശ്യം. നമുക്ക് ആ ഭാഗത്ത് ഒന്ന് ഓടിച്ച് ചിന്തിക്കാം. ഈ ദിവസങ്ങളിൽ നമുക്ക് ആഴത്തിലോട്ട് കുറെ ഇറങ്ങാനുണ്ട്. ഈ ഭാഗങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണെന്ന് എൻ്റെ വിശ്വാസം. അവിടെ നിന്നുകൊണ്ട് അധികം സമയം വായിക്കാൻ എടുക്കാതെ ഞാൻ അതിന്റെ വിശദീകരണത്തിലൂടെ പോകേൻ. ഒരു മനുഷ്യൻ തന്റെ മകന് വേണ്ടി തന്റെ മകന്റെ കല്യാണ സദ്യ കഴിച്ച ചരിത്രം, അല്ലെങ്കിൽ ഒരു രാജാവ് തന്റെ മകന്റെ കല്യാണ സദ്യ ഒരുക്കിയ വിവരമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളെ വിളിക്കുവാൻ വേറൊരു കൂട്ടം വേലക്കാരെ അയച്ചു. അവരോട് പറഞ്ഞു, പോയി ക്ഷണിക്കപ്പെട്ടവരോട് വരാൻ. എന്റെ മുത്താഴ് ഒരുങ്ങിയിരിക്കുന്നു, തടിപ്പിച്ച കാളക്കുട്ടികളെ അറുത്തു, സകലതും റെഡിയാണ്, വരാൻ പറ. പക്ഷെ ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല.
നമുക്കിത് മനസ്സിലാകണമെങ്കിൽ അന്നത്തെ കാലത്തെ കല്യാണത്തിന്റെ ആഘോഷ സമ്പ്രദായങ്ങൾ എന്താണെന്ന് ഒന്നും തൊടാതെ പറ്റത്തില്ല. ഇസ്രയേലുമായി ബന്ധമുള്ളവര്, ഞാൻ കഴിവുണ്ടെങ്കിൽ അവരുടെ പാരമ്പര്യങ്ങൾ, കസ്റ്റംസ് മുതലായത് അറിയാൻ അങ്ങേയറ്റം താല്പര്യപ്പെടാറുണ്ട്. എനിക്കും 2-3 സ്നേഹിതന്മാരുണ്ട്. അവർ സ്ഥിരം ഇസ്രയേലുമായി ബന്ധപ്പെടുന്നവരാണ്. കഴിവുള്ളിടത്തോളം ഒരാണ്ടിൽ 1 പ്രാവശ്യമെങ്കിലും ഞാൻ ഇവരെ കാണുകയും ഇവരോട് സംസാരിക്കുകയും ആ വർഷം പുതുതായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാറുണ്ട്. യഹൂദന്റെ പഴയ പാരമ്പര്യം അനുസരിച്ച് വിവാഹ നിശ്ചയവും വിവാഹവും തമ്മിൽ ഏറെക്കുറെ 1 വർഷത്തിന്റെ അകലങ്ങൾ. എൻ്റെ മകന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചെങ്കിൽ ഇന്നത് ഉറച്ചാൽ ഏറെക്കുറെ 1 വർഷം കഴിഞ്ഞ വിവാഹം നടക്കത്തുള്ളൂ. വിവാഹത്തിന്റെ ദിവസം ഉറയ്ക്കുന്ന അന്ന് നിശ്ചയിക്കത്തുമില്ല, ദിവസം പിന്നെ അറിയിക്കത്തുള്ളൂ. യേശുവും അങ്ങനെയാണല്ലോ. ഞാൻ വേഗത്തിൽ വരും, പിതാവല്ലാതെ പുത്രൻ പോലും ആ നാഴികയെ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ പുറകിൽ ഈ ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ഒത്തിരി കൂടുതൽ മനസ്സിലാകും. വിവാഹം നിശ്ചയിക്കുമ്പോൾ ഒരപ്പന് തന്റെ മകന് വേണ്ടി ഒരു പെൺകുട്ടിയെ തീരുമാനിച്ചു. ഇരുകൂട്ടരും ഒരുമിച്ച് ചേർന്ന് വിവാഹ നിശ്ചയം നടത്തും. പക്ഷേ ഡേറ്റ് എന്ന് പറയത്തില്ല. അപ്രോക്സിമേറ്റ്ലി 1 വർഷമെന്നറിയാം, അത്രേ ഉള്ളൂ. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മണവാളന്റെ കടമ മണവാട്ടിയെ പാർപ്പിക്കുവാൻ വേണ്ടി ഒരു വീട് പണിയുക. അപ്പൻ ഇതിന് സഹായിക്കും. ഇവൻ വീട് കംപ്ലീറ്റ് ചെയ്യും. ആ വീട് കംപ്ലീറ്റ് ആകുന്നതോടുകൂടെ വന്ന് തന്റെ മണവാട്ടിയെ കൊണ്ടുപോകും. അന്ന് വിവാഹം നടക്കും. ഇനി എന്നും എനിക്ക് തോന്നുന്ന ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് വരെ അതുകൊണ്ട് ഒരു വിവാഹം നടക്കുമ്പോൾ പുരുഷന്റെ വീട്ടുകാരാണോ മിടുക്കരം, പെണ്ണിന്റെ വീട്ടുകാരാണോ മിടുക്കരെന്ന് കണ്ടുപിടിക്കുവാൻ ഏതാണ്ട് ഒരു സൗകര്യപ്പണക്കം സാധാരണയുണ്ട്. അന്നത് ഭയങ്കരമായി. നേരത്തെ മുന്നറിയിക്കാതെ ഒടുവിലത്തെ മിനിറ്റിൽ മാത്രമേ സമയം അറിയിക്കത്തുള്ളൂ. എത്ര നേരം കൊണ്ട് പെൺകുട്ടി റെഡിയായി എന്നുള്ളത് ഒരു വലിയ ക്രെഡിബിലിറ്റി ആയിട്ടാണ് പെൺകുട്ടി കണക്കാക്കുന്നത്. അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ആൺപിള്ളേരുടെ മിടുക്കും. അതുകൊണ്ട് വീടിന്റെ പണി കംപ്ലീറ്റ് ആകുന്നോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പെണ്ണിന്റെ വീട്ടുകാരൻ. കംപ്ലീറ്റ് ആയാൽ വേഗത്തിൽ റെഡിയാകും. പയ്യന്റെ വീട്ടുകാർ ഇത് അറിയിക്കത്തില്ല. ഒരു 2 ദിവസത്തിൽ കൂടുതൽ വാണിഞ്ഞു കൊടുക്കത്തില്ല. പക്ഷെ 2 ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിലും ഓക്കെ, പയ്യന്റെ വീട്ടിലും ഓക്കെ. പക്ഷെ അതിഥികൾ എങ്ങനെ വന്ന് അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അതുകൊണ്ട് അവർ സാധാരണ ചെയ്യാറുള്ളത് വിവാഹം ഉറയ്ക്കുമ്പോൾ തന്നെ അതിഥികളിൽ എത്ര പേരെ വേണമെന്ന് തീരുമാനിക്കും. എനിക്ക് 4 സഹോദരന്മാരുണ്ട്, 5 സഹോദരിമാരുണ്ടെന്ന് ഇരിക്കട്ടെ. എൻ്റെ ഭാര്യയ്ക്കും അതുപോലൊക്കെയാണ്. ഞങ്ങൾ നേരത്തെ ഒരു തീരുമാനമെടുക്കും. എൻ്റെ സൈഡിൽ നിന്ന് 100 പേര് വരണം, എൻ്റെ ഭാര്യയുടെ സൈഡിൽ നിന്ന് 100 പേര് വരണം. ഓക്കെ, മൂത്തയാളിൻ്റെ വീട്ടിൽ എത്ര പേരുണ്ട്? മൂത്ത ബ്രദറിന് 20 മെമ്പേഴ്സ് ഉണ്ട് വീട്ടിലാകെ. അതിനകത്ത് ഒരു 5 പേര് വരാൻ പറയാം. ഓക്കെ, നേരത്തെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പറയാം ആരെയും ഒരു 5 പേര് ആ വിവാഹ ദിവസം വരണം. അവിടെ 20 പേരുണ്ട്. ഒരു 1 മണിക്കൂർ മുമ്പേ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ 5 പേര് വരുന്ന ഒരു പ്രയാസമല്ല. 5 പേര് വേണമെന്നില്ല, ആരെങ്കിലും 5 പേര് വീട്ടിൽ. ഇതാണ് അവരുടെ കണക്ക്. ഇതുകൊണ്ട് നേരത്തെ ക്ഷണിക്കപ്പെട്ടവരുടെ അടുക്കൽ രണ്ടാമതൊരു വേലക്കാരനെ അയക്കും. റെഡി ആയിരിക്കുന്നു, വരാൻ വരും. അങ്ങനെ വിളിപ്പിച്ച ചരിത്രമാണ് ഇവിടെയും എഴുതിയിരിക്കുന്നത്. പക്ഷെ ആരും വന്നില്ല. അവരൊക്കെ വ്യത്യസ്ത ഒഴികഴിവുകൾ പറഞ്ഞു. മാനസാന്തരപ്പെടാത്ത ആളുകളോട് മാനസാന്തര പ്രസംഗം പറയുമ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള ഒരു ഉപമയാണിത്. ക്ഷണിക്കപ്പെട്ടവർ യോഗ്യരായി വരാഞ്ഞതുകൊണ്ട് പൈത്തലക്കൽ കിടന്നവനെ ഒക്കെ വിളിച്ചത് പറഞ്ഞയച്ചു. നേരത്തെ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടവരാരും വന്നില്ല, അവരാരും വരാതിരുന്നത് കൊണ്ട് ഈ രാജാവ് കോപിച്ചതിന്റെ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ വഴിത്തലയ്ക്കൽ പോയി കാണുന്ന നല്ലവരെയും അഴുക്കവരെയും എല്ലാം എന്ന് വിളിക്ക്. കല്യാണത്തിന്റെ വിരുദ്ധശാല കാര്യം ഇടരുത്, അതങ്ങ് നിറയട്ടെ. അങ്ങനെ ജോലിക്കാരും പോയി കിട്ടിയതിനെ ഒക്കെ വിളിച്ചു. അടുത്ത പദം, രാജാവ് വിരുന്നുകാരെ നോക്കുവാൻ. 9-ാമത്തെ വാക്യത്തിൽ, ആകയാൽ നിങ്ങൾ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെ ഈ കല്യാണത്തിന് വിളിപ്പിയെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ കണ്ടു. ഒന്ന് ശ്രദ്ധിച്ചോണേ, വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നു. വഴിയറമ്പിൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന ഭിക്ഷക്കാരൻ ഉൾപ്പെടെ നല്ലവരും നീചരും മുഴുവനും തന്റെ രാജാവിന്റെ വിരുന്നുകാരായി മാറി. ഒരളവിൽ നമ്മുടെ മതവ്യാത ഒരിക്കലും ദൈവത്വത്തോട് അടുക്കുവാൻ അർഹതയില്ലാത്ത സാധാരണക്കാരായിരുന്ന നമ്മെ ദൈവം തൻ്റെ അതിഥികളായി മക്കളായി ചേർത്തു എന്നത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പദവി. വിരുന്നുകാരെ കാണുവാൻ രാജാവകത്വം, നാം രാജാവിന്റെ വിരുന്നുകാരായി മാറി.
ഒരു രാജാവ് ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ബ്രിട്ടനിൽ പാർക്കുന്ന നിങ്ങൾക്ക് ഇത് എന്നേക്കാൾ കൂടുതൽ അറിയണം. എനിക്കറിയാം, സാധാരണക്കാരൻ ഒരുത്തരും രാജാവിനെ കാണാൻ റൈറ്റ് ഇല്ല. പോലീസുകാർ മനുഷ്യനെ ഓടിക്കും. രാജാവിനെ കാണാൻ റോഡുറമ്പിൽ പോലും നിൽക്കാൻ അനുമതിയില്ല. ഇത് ആളാരോടെന്ന് അറിയാൻ വയ്യാതെ വഴിയിൽ നിന്ന് വിളിച്ചോണ്ട് വന്നവനെ ഒക്കെ തന്റെ രാജാവ് ഇപ്പോൾ വന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് എന്റെ അതിഥിയാണെന്ന് പറഞ്ഞ് മാനിക്കുന്ന ആ മാന്യതയിലേക്ക് വന്നു. വേദപുസ്തക ഭാഷയിൽ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിന്റെ നിയമത്തിന് അന്യരായി ഭൂമിയിൽ ദൈവമില്ലാത്തവരായി കിടന്ന നമ്മെ ദൈവത്തിന്റെ മക്കളെന്നും അവകാശികളെന്നും വിളിക്കുവാൻ, നമുക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് തന്ന പദവിക്കായി സ്തോത്രം. രാജാവിന്റെ വിരുന്നുകാരായി മാറി. അങ്ങനെ വിരുന്നുകാരെ നോക്കി വന്ന കൂട്ടത്തിൽ ഒരുത്തന് കല്യാണ വസ്ത്രമില്ല. ഇവിടെ മുതൽ ചിന്തിക്കാൻ പോകാം. കല്യാണ വസ്ത്രമില്ലാത്ത ഒരുത്തൻ അകത്തു വന്നു. അവനോടൊരു ചോദ്യം ചോദിച്ചു, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നതെന്ന് അവന് വാക്കുമുട്ടിപ്പോയി. കല്യാണ വസ്ത്രം എന്നാൽ എന്ത് എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ വാക്കുകൾ നമുക്ക് മനസ്സിലാകൂ. പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ സ്ഥാനമേൽക്കുമ്പോൾ വസ്ത്രവിചാരകന്മാർ, അപ്പക്കാരുടെ പ്രമാണി, പാനപാത്രവാഹകന്മാരുടെ പ്രമാണികൾ എന്നിങ്ങനെ ഓരോ 3 വ്യത്യസ്ത അപ്പോയിന്റ്മെന്റ്സ് അവർക്കുണ്ടായി. എന്തെങ്കിലും ഒരിക്കൽ രാജാവ് ഒരു വിരുന്ന് നടത്തുന്നുവെങ്കിൽ ആ വിരുന്നിൽ എത്ര ലക്ഷം ജനങ്ങൾ പങ്കെടുത്താലും അത്രയും പേർക്കുള്ള ആഹാരം കരുതുവാൻ അപ്പക്കാരുടെ പ്രമാണി കടപ്പെട്ടവനാണ്. അതില്ലാത്തപ്പോൾ കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള ആഹാരം കരുതും. എത്ര ലക്ഷം ആളുകൾ പങ്കെടുത്താലും അവർക്ക് ആവശ്യമുള്ള പാനീയം കൊടുക്കുവാൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി കടപ്പെട്ടവനാണ്. അതില്ലാത്തപ്പോൾ രാജകൊട്ടാരത്തിലേക്കുള്ളത് കരുതണം. രാജാവിന്റെ വിരുന്നുകളിൽ പങ്കെടുക്കുവാൻ വരുന്ന മുഴുവൻ വ്യക്തികൾക്കും വസ്ത്രം കൊടുക്കേണ്ടത് വസ്ത്രവിചാരകന്റെ ജോലിയാണ്. അതില്ലാതെ വരുമ്പോൾ രാജാവിന്റെ വസ്ത്രം നോക്കണം. രാജാവിന്റെ ഒരു വസ്ത്രവിചാരകനുണ്ട്. ഇന്നും നല്ല ഹോട്ടലുകളിൽ കയറി ആഹാരം കഴിക്കണമെങ്കിൽ അവർ തരുന്ന ഒരു ഓവറോൾ ഇട്ടോണ്ടേ പറ്റത്തുള്ളൂ. നമ്മൾ കൊണ്ടില്ലെന്ന വസ്ത്രവും കൊണ്ട് നോക്കത്തില്ല. എനിക്കത് ഒത്തിരി പേർക്ക് അതറിയാം. ഒരു നല്ല ഹോട്ടലിൽ ഇന്നും ആഹാരം കഴിക്കണമെങ്കിൽ അവരുടെ ബാങ്കറ്റ് ഹോളിൽ കയറണമെങ്കിൽ അവർ തരുന്ന അവരുടെ ഹോട്ടലിന്റെ പേരെഴുതിയ ഓവറോൾ ഇട്ടോണ്ടേ കയറത്തുള്ളൂ. ഒരു നല്ല ഫംഗ്ഷന് ഇന്നും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റോയൽ ഫംഗ്ഷൻ, അവിടുന്ന് ആ റോയൽ ഫംഗ്ഷനിൽ കൊടുക്കുന്ന ഡ്രസ്സിന്റെ മതിയാകത്തുള്ളൂ. there is a dress code. അതുണ്ടെങ്കിലേ മതിയാകത്തുള്ളൂ. രാജാവ് നിയമിച്ച ഒരു ഡ്രസ് കോഡുണ്ട്. രാജാവിനൊരു വസ്ത്രവിചാരകനാണ്. ഏത് വലിപ്പത്തിലുള്ള ആളിനുമുള്ള വ്യത്യസ്ത നമ്പേഴ്സിലുള്ള ഡ്രസ്സുകൾ അവൈലബിൾ ആയിരിക്കെ ഒരുത്തൻ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് കയറിയതാണ് ഇവിടുത്തെ വിഷയം. എന്തുകൊണ്ടായിരിക്കാം ഇവൻ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് കയറിയത്? അവനെ വിളിച്ച വിളി ഭയങ്കരമാണ്. സ്നേഹിത, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നും ഞാൻ ഇങ്ങനെ ഓർത്തത്, ഈ യേശു യൂദായെ വിളിച്ച ഇതുപോലെ സ്നേഹിത എന്നാ വിളിച്ചല്ലേ. പക്ഷെ ആ വിളിയുടെ അർത്ഥം അവനെ അംഗീകരിച്ചതൊന്നുമല്ല. കർത്താവിന്റെ വിളിയൊക്കെ ബഹുവിചിത്രം. ഞാൻ ഇന്ന് ഇങ്ങനെ ഓർത്തു. ഈ യേശു കാൽവറിയിൽ മരിക്കുന്ന സമയത്ത് തന്നെ കൊല്ലുന്നവർക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. കയ്യെ രാണി അടിച്ചു കയറ്റുമ്പോൾ, കാലെ രാണി അടിച്ചു കയറ്റുമ്പോൾ, വിലാപ്പുറത്ത് കുത്തുമ്പോൾ തന്നെ കൊന്നവർക്ക് വേണ്ടി, ക്രൂശിച്ചവർക്ക് വേണ്ടി ക്ഷമ ചോദിച്ചു. അവർക്ക് വേണ്ടി യേശു അപേക്ഷിച്ചു. എന്നിട്ട് യൂദായിക്ക് വേണ്ടി എന്താ ഒന്നും അപേക്ഷിക്കാൻ? ഇവരെ സ്നേഹിതന്നൊക്കെ കയറി വിളിക്കുന്നുണ്ട് യേശു. പത്രോസ് ഒരിക്കൽ അനാവശ്യമായിട്ട് പറഞ്ഞപ്പോൾ പിതാവെന്ന് വിളിച്ചു. യൂദ അനാവശ്യം കാണിച്ചപ്പോൾ അവനെ സ്നേഹിത എന്ന് വിളിച്ചു. വിളി വേറെ, ഇവനെ സ്നേഹിത എന്നാ വിളിച്ചത്. പക്ഷെ യൂദായി എന്നേക്കുമായി തള്ളി. ഒറ്റ ചാൻസ് അവന് കൊടുത്തിട്ടില്ല. ഒറ്റ ചാൻസ് യൂദായിക്ക് കൊടുത്തിട്ടില്ല. സ്നേഹിത എന്നുള്ള വിളി ശരിയായിരുന്നു. തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി യേശു അപേക്ഷിച്ചു, യൂദായിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. ഞാൻ ആ ഭാഗത്ത് പോകാൻ ഒക്കുന്ന ഒരു സാഹചര്യത്തിൽ പോകും. ദൈവത്തിന്റെ ഇടപെടൽ തികച്ചും നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ അപ്പുറത്താണ്. അത് അറിയാമെങ്കിൽ നമുക്ക് നല്ലതും. ഓക്കെ, ഇവരോടൊരു ചോദ്യം ചോദിച്ചു, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയാണ്? എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? ഞാനിപ്പം ഒരു സഫാരി ഷർട്ട് കേട്ടിരിക്കുന്നു. എന്നെയും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾ വന്നിട്ടുണ്ട്. നിങ്ങളിൽ ഒരാൾ ഒരു ഭിക്ഷക്കാരനായിരുന്നവൻ ഇരിക്കട്ടെ, അയ്യോ നിങ്ങളെക്കാൾ ഒക്കെ താഴെ ഞാനത് മനസ്സിലാക്കാൻ പറയില്ല.
അവർ കീറിപ്പറിഞ്ഞ വസ്ത്രവുമായി വഴിയറമ്പിലിരുന്ന് ഭിക്ഷയാചിച്ച നിങ്ങളിൽ ഒരാൾ. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഒരു തമാശ വിളിച്ച സംഭവം. ഭിക്ഷക്കാരുടെ ഇടയിൽ സുവിശേഷം പറയുന്ന ഒരു ദൈവദാസൻ ചർച്ച എന്ന് പറഞ്ഞു, പഴയ വസ്ത്രങ്ങൾ വല്ലതുകൊണ്ട് കുറെ എനിക്ക് വേണം ഈ ഭിക്ഷക്കാർക്ക് കൊടുക്കാനാണ്. കുറെ വസ്ത്രങ്ങൾ കളക്ട് ചെയ്തു, പഴയ വസ്ത്രങ്ങൾ കൊടുക്കാൻ. കൂട്ടത്തിൽ ഒരച്ചായന് തോന്നി ഈ പഴയ വസ്ത്രം തന്നെ അവർക്ക് കൊടുക്കണ്ട, 10 പുതിയ ഡ്രസ് അദ്ദേഹം വാങ്ങിച്ചു കൊടുത്തു. ഒരൊറ്റ ഭിക്ഷക്കാരൻ്റെ എടുത്ത് അതിന് തിരിച്ചു വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഇത് ഇട്ടുകൊണ്ട് പോയാൽ 5 വയസ്സായാലും തരിക. അതുകൊണ്ട് ഒരു നല്ല ഷർട്ടും സൂട്ടും ഇട്ട് കൊടുത്ത് ഭിക്ഷക്കറി ഞാനെ കൊടുക്കുക. ഈ അച്ചായൻ നല്ല കുത്തി നടന്ന ചരിത്രമാണ്. ഈ കഴിഞ്ഞ മാസം അദ്ദേഹത്തിന് നല്ല കുത്തി ചെയ്തു. ഈ അഴുക്ക് തന്നെ ഇപ്പോഴും പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ അവർക്ക് കുറച്ച് നല്ലത് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ നല്ലത് അവർ അറിയിക്കുന്നില്ല എന്നുള്ളത് അവർക്കറിയാം. ഓക്കെ, ഒരു ഭിക്ഷക്കാരുടെ രംഗത്ത് വന്നിട്ടുണ്ട്. അവന്റെ വസ്ത്രം മോശം, അവൻ വസ്ത്രം മാറണം. ഞാൻ ഇട്ടിരിക്കുന്ന സഫാരിയ, ഇത് മാറേണ്ട കാര്യമില്ല. മറ്റവനിട്ടിരിക്കുന്നത് കീറിയ ഉടുപ്പായി. രാജാവിന്റെ കല്യാണ സന്ധ്യയ്ക്ക് വരുമ്പോൾ കീറിയത് കൊണ്ടുവരുന്നത് വൃത്തികേടാ, പക്ഷെ എന്റേത് പുതിയതാ, ഇത് മാറേണ്ട കാര്യമില്ല. അവനവന്റെ സ്റ്റാൻഡേർഡ് അളക്കാൻ. രാജാവിന്റെ അളവ് വേറെ, എന്റെ അളവ് വേറെ. ഞാൻ തീരുമാനിച്ചു എനിക്കിങ്ങനെ മതി. ഭൂലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുള്ള മനുഷ്യന്റെ പേര് നിങ്ങൾ ആരെങ്കിലും കേട്ടു? ഭൂലോക ചരിത്രത്തിൽ, അതും ഈ UK മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകൻ ജോൺ വെസ്ലി. എത്ര പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാവോ? 17 ലക്ഷം. 1.75 മില്യൺ ആളുകളെ തന്റെ കൈ കൊണ്ട് സ്നാനപ്പെടുത്തി മനുഷ്യനായി ജോൺ വെസ്ലി ഒരിക്കലൊരു ചോദ്യം ചോദിച്ചു. ശരിയും തെറ്റുമായ ഒരുപാട് കാര്യങ്ങൾ കൂടിക്കലർന്ന ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. കൊലപാതകം ചെയ്താൽ ഒരു കുഴപ്പമില്ല, ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ച ദൈവമേക്കോ എന്ന് പറയുന്ന പരമ്പര വിട്ടിട്ടുണ്ട്. വ്യഭിചാരം ചെയ്താലും വേറെ ആരും അറിഞ്ഞില്ലെങ്കിൽ അറിയണ്ട, ഞാനും ഭക്തനാന്ന് നടിക്കുന്നവരുണ്ട്. അല്ലത് തെറ്റാന്ന് പറയുന്നവരുണ്ട്. തീരുമാനിക്കാൻ നമ്മൾ ആരാ? ഒരുത്തം പറയുന്നു ഞാൻ കൊന്നു, അതിനും നിനക്കെന്നെ നഷ്ടം. ഞാൻ പിന്നെ ദൈവത്തോടെ ക്ഷമ ചോദിച്ചു, തീർന്നില്ലേ? വേറൊരുത്തം പറയുന്നു ഞാൻ വ്യഭിചരിച്ചു, അതിന് നിനക്കെന്നെ നഷ്ടം. ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ചു, തീർന്നില്ലേ? അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട്. മറുവശത്തോട്ട് വന്നാൽ ചായ കുടിക്കുന്നവരെ കർത്തൃമേശ കൊടുക്കത്തില്ലെന്നും കാപ്പി കുടിക്കുന്നവരെ പള്ളി കയറ്റത്തില്ലെന്നും പറയുന്നവരുണ്ട്. നല്ലതും ശരിയും തീർത്ത ഒരു നീണ്ട ലിസ്റ്റ്. ഇതിനകത്ത് ഒത്തിരി എണ്ണം സത്യത്തിൽ അഴുക്കാം, ഒത്തിരി എണ്ണം അഴുക്കല്ല. പക്ഷെ ഇതിന് ഇടയ്ക്ക് എവിടെയും ഒരു ലൈൻ വരയ്ക്കണ്ടേ? ആരെങ്കിലും ജോൺ വെസ്ലിയുടെ പുസ്തകം. ഇതിന് ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ലൈൻ വരയ്ക്കണ്ടേ? അട്ടെ, ഞാനൊരു ലൈൻ എന്ന് വരയ്ക്കാമെന്ന് നീ പറയുന്നെങ്കിൽ നീ ആരുടെ ഒരു ലൈൻ വരയ്ക്കാൻ? ഈ ലോകത്തിൽ എത്ര കോടി ക്രിസ്ത്യാനികളിൽ ഒന്നല്ലേ നീ ഉള്ളൂ? നീ അതിനേക്കാൾ കൂടുതലൊന്നും അല്ലല്ലോ. നീ ആരുടെ ലൈൻ വരയ്ക്കാൻ? 17 ലക്ഷത്തെ സ്നാനപ്പെടുത്തി അദ്ദേഹം പറയുന്നു ഞാനാരാ ലൈൻ വരയ്ക്കാൻ? ഞാൻ വിചാരിച്ചു ഇങ്ങനെ, നീ ആരുടെ അത് പറയാം? ഇതിന് ലൈൻ വരയ്ക്കാൻ അർഹതപ്പെട്ടവൻ ആരെ? ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കാം. നല്ലതും തീയതുമായി ഇടകലർന്ന് നീണ്ട ഒരു ലിസ്റ്റുണ്ട്. വ്യഭിചാരം ചെയ്തവരും പിന്നെ എഴുന്നേറ്റ് പ്രസംഗിക്കും, ക്ഷമിച്ചെന്ന അവരുടെ വാദം. ചായ കുടിക്കുന്നവന് കർത്തൃമേശ കൊടുക്കരുതെന്ന് പറയുന്നവരുടെ ലഹരിയാണെന്നാണ് ഇവന്റെ വാദം. ഇങ്ങനെ നീണ്ട ഈ ലിസ്റ്റിന്റെ ഇടയ്ക്ക് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു വര വരയ്ക്കണ്ടേ? അട്ട് ഞാൻ ഈ വരയൊക്കെ വരയ്ക്കാമെന്ന് താങ്കൾ പറഞ്ഞാൽ നീ ആരടാ വര വരയ്ക്കാൻ? നീ ആര്? പക്ഷെ ആരെങ്കിലും വരയ്ക്കണം. ആ വരയ്ക്കുന്ന സ്വാതന്ത്ര്യം ബൈബിളിന് വിട്ടുകൊടുക്കൂ. നിങ്ങൾക്ക് ആർക്കും അതിന് അർഹതയില്ല. എനിക്കതിന് അർഹതയില്ല, അതിന് ദൈവത്തിന് മാത്രമേ അർഹതയുള്ളൂ. തിരുവനന്തപുരത്തിന്റെ രേഖകളിലേക്ക് വരാം. ഇവിടെ കല്യാണ വസ്ത്രം ഇല്ലാതെ വരുന്നവന്റെ ആർഗ്യുമെന്റ് ഇതാണ്, ഇത് നല്ലതാണെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ വസ്ത്രം നല്ലത്, എനിക്കിതിനപ്പുറത്തൊന്നില്ല. യേശു അവന് വാക്കുമുട്ടി, നിനക്ക് രാജാവ് തീരുമാനിച്ച വസ്ത്രം ഇവിടെ ഇല്ലേ? രാജാവിന്റെ വസ്ത്രവിചാരകൻ നിന്റെ അളവിലൊരെണ്ണം തരുവാൻ ഇവിടെ തയ്യാറല്ലേ?
എന്തുകൊണ്ട് രാജാവ് കൽപ്പിച്ചത് നീ എടുത്തില്ല? അവന് വാക്കുമുട്ടി. ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ തീരുമാനം നടത്തുവാൻ ഞാൻ തീരുമാനിച്ചതാണ്. അവനെ കൈയും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിലേക്ക് എടുത്തുകളാം. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ എന്ന മലയാളി ദൈവദാസൻ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കാൻ ഒരു പ്രത്യേക അഭിഷേകമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഒരിക്കലും കയ്യും കാലും കെട്ടി പുറത്തുള്ള ഇരുട്ടിൽ തള്ളാൻ പറഞ്ഞതിനെ കുറിച്ചൊരു വിശദീകരണം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യും കാലും കെട്ടാനാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ആ ദൂതനോട് പറഞ്ഞു, എന്റെ പൊന്നു ദൂതനെ എല്ലാവരുടെയും നടുക്കിട്ട് കെട്ടല്ലേ. കാര്യം എത്ര അടുത്ത് പ്രസംഗിച്ചതാ, എത്ര പേരെ കൊണ്ട് സ്വതന്ത്രം പറയിപ്പിച്ചതാ. എല്ലാവരും നടുക്കിട്ട് കെട്ടിയാൽ ശരിയാകില്ല. അതുകൊണ്ട് ദൈവം ഇതിന്റെ ഒരു മൂലയ്ക്കൊണ്ട് മാറ്റിയിട്ട് കെട്ടാൻ തമ്മിൽ പറഞ്ഞാൽ കെട്ടിയത്. അപ്പൊ ഈ ദൂതൻ തിരിച്ചു പറയുന്ന ഒരു മറുപടി, സാധാരണ പാപിയോടൊക്കെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോയെന്ന് തമ്പുരാൻ പറയുമ്പോൾ അവന്മാർ തന്നെ പോയി തീച്ചാടുന്നതാ മതി. അങ്ങനെ ബൈബിളിൽ നീ ഒരുത്തൻ ഭക്തന്റെ വേഷം കെട്ടിക്കൊണ്ട് നടന്നതുകൊണ്ട് നിന്നെ ചുമ്മിക്കൊണ്ട് കൊണ്ടുപോ തീക്കത്തില്ല. ഭക്തന്റെ വേഷം കെട്ടാഞ്ഞവരൊക്കെ തന്നെത്താനെ തീ പോയി ചാടിക്കോളും. നാറുന്ന് നിന്നെ പൊക്കിക്കൊണ്ട് പോവുകയും വേണം. പിന്നെ എന്നെ മാറ്റിയിട്ട് കെട്ടാനാണ് 4 പേര് കാണട്ടെ. അവന്റെ കൈയും കാലും കെട്ടി പദങ്ങളൊക്കെ ഭയങ്കരം. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളാം. എന്റെ മാനദണ്ഡം എന്തോ എന്ന് ഞാൻ തന്നെ തീരുമാനിക്കുവാൻ ഒരുത്തൻ മുന്നോട്ട് വന്നാൽ അവനെ കെട്ടി നരകത്തിന്റെ കുഴി തള്ളുകല്ലാതെ മാർഗമില്ല. എന്റെ മാനദണ്ഡം തീരുമാനിക്കുന്നത് ഞാനല്ല, എന്റെ മാനദണ്ഡം തീരുമാനിക്കുന്നത് തിരുവചനമാണ്. ഭയത്തോടെ തിരുവചനത്തിന് കീഴടങ്ങുവാൻ ദൈവങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ കൊള്ളായി. നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം എടുത്തു പറയുന്നത് അന്ത്യകാലത്തെ കുറിച്ച് യേശു പറയുന്ന കാര്യങ്ങളാണ്. അന്ത്യകാലത്തെ കുറിച്ച് യേശു പറയുന്ന കാര്യങ്ങളാണ്. അതിലൊന്നാമത്തേത് ഇതാ. ഞാൻ വേറൊരു പറയട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്നതാ 10 കന്യകമാരുടെ 10 കന്യകമാർ ഒരുമിച്ച് മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടു. 10 പേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു, മണവാളനെ എതിരേൽക്കാൻ. 10 പേരുടെയും കയ്യിൽ കത്തുന്ന വിളക്കുകൾ ഉണ്ടായിരുന്നു. 10 പേര് ഒരുമിച്ച് ഇറങ്ങി, ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് വന്നു, ഒരേ ലക്ഷ്യം, ഒരുമിച്ച് വിളക്ക് തെളിച്ചു. 10 പേര് ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്ന് വിശ്രമിച്ചു. 10 പേര് ഒരുമിച്ച് ഉറങ്ങി. 10 പേര് ഒരുമിച്ച് ശബ്ദം കേട്ടു. മണവാളൻ വരുന്ന എതിരേൽക്കാൻ പുറപ്പെടാൻ 10 പേര് ഒരുമിച്ച് എഴുന്നേറ്റു. അവിടെ വരെ എല്ലാം കറക്റ്റാണ്. 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. അവരുടെ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു. ബാക്കി 5 പേർ ബുദ്ധിഹീനരായിരുന്നു. അവർക്ക് വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു, പാത്രത്തിൽ എണ്ണയില്ല. ഭയങ്കര ചോദ്യചിഹ്നങ്ങളായിരുന്നു, ഭയങ്കര ചോദ്യചിഹ്നങ്ങൾ. എവിടെയെങ്കിലും പാത്രത്തിലെ എണ്ണ എന്ന വാക്ക് ബൈബിളിൽ കണ്ടാൽ ഈ മൺപാത്രത്തിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയാണ്. നമ്മുടെ മൺപാത്രങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നു. എല്ലാവരുടെയും വിളക്കിൽ എണ്ണയുണ്ട്. വിളക്ക് കൃപാവരങ്ങളെയും ആത്മീയ വരങ്ങളെയും കുറിക്കുന്നതാണ്. കൃപാവരങ്ങളും ആത്മീയ വരങ്ങളും സൂക്ഷിക്കുന്നവർ അവരുടെ വ്യക്തിത്വത്തിൽ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുന്നോ എന്നൊന്ന് അന്വേഷിക്കുന്നത് കൊള്ളാം. വ്യക്തിത്വത്തിൽ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുക. സിസ്റ്റർ മേരി ഗോകുൽ പറഞ്ഞിട്ടുള്ള ഒരു ഉപമ ഞാൻ ഇത് പറയുന്നിടത്ത് എല്ലാം ആവർത്തിച്ചിട്ടുണ്ട്. സിസ്റ്റർ ഗോകുൽ പറഞ്ഞു, പണ്ടൊരു കാലത്ത് സൗദി അറേബ്യയിൽ രാജകുടുംബവുമായി വളരെ അടുത്ത് ഉന്നത ബന്ധം പുലർത്തിയിരുന്ന ഒരു മനുഷ്യൻ അവിടുത്തെ രാജകുടുംബത്തിൽ ഉപയോഗിക്കുവാൻ കിട്ടുന്ന എന്തോ ഒരു പെർഫ്യൂം വാങ്ങിച്ചോണ്ട് സിസ്റ്റർ ഗോകുൽ ഒരു ബോട്ടിലൊക്കെ ഗിഫ്റ്റ് കൊടുത്തു. ഒത്തിരി കോസ്റ്റ്ലി ഒരു പെർഫ്യൂം. അടച്ചു വെച്ചിരിക്കുന്ന കുപ്പി കയ്യിലെടുത്ത കൈയുടെ മണക്കും അതുപോലെ ഭയങ്കര വാസന. കൊച്ചുമ്മ പറഞ്ഞത് വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ എല്ലാവരും മാറി മാറി കണ്ടു. പക്ഷെ പിള്ളേരുടെ കയ്യിൽ താഴെ വേണം കുട്ടിപ്പോയി. ഇത്രയും വിലപ്പിടിപ്പുള്ളത്, ഇത്രയും വാസനയുള്ളതുമായ ഈ വാസനദ്രവ്യം കുപ്പി പൊട്ടിയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഒരല്പം എണ്ണ താഴെ പോയാൽ അല്പമെങ്കിലും രക്ഷിക്കാമോ എന്ന് അമ്മമാര് നോക്കുന്നത് കൈകൊണ്ടത് കോരിയെടുത്തൊരു പാത്രത്തിലോട്ട് അടിച്ചെടുക്കുക. പെട്ടെന്നത് കൈകൊണ്ട് കോരിയെടുത്തു. പക്ഷെ പാത്രമൊന്നും ഇല്ല. എണ്ണ എടുക്കും. കൊച്ചിനെ ഒരു കാര്യം ചെയ്തു. ഒരു ഫ്ലവർ വാസ് അവിടെ ഇരുന്നു. വെളുത്ത ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു ഫ്ലവർ വാസ് അതിനകത്തോട്ട് തന്നെ തെടുത്തു. താഴെ പോകാൻ ഇനി ഒരു കുപ്പിയും കൊണ്ട് വരാമല്ലോ. അരമണിക്കൂർ കഴിഞ്ഞൊരു കുപ്പിയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് മുറി മുഴുവനും ഭയങ്കര വാസനയാണ്. പക്ഷേ ഒഴിച്ചു വെച്ചതൊന്നും അവിടെ ഇല്ല. മുഴുവൻ തീർന്നു. കുപ്പിക്കകത്തെടുക്കാൻ ഒന്നും ഇല്ല. എവാപ്പറേറ്റ് ചെയ്തെന്ന് തോന്നി. സിസ്റ്റർ കോവിൽ പറഞ്ഞു, ഒരു 20 വർഷം കഴിഞ്ഞു ഇന്നും ആ ഫ്ലവർ വാസിന്റെ വാസന പോയിട്ടില്ല.
ഇത് എവാപ്പറേറ്റ് ചെയ്യാനില്ലായിരുന്നു, അതിന്റെ മണ്ണിലേക്ക് ഇതിന് വലിയത്. മൺപാത്രത്തിൽ എണ്ണ വീണാൽ ഈ പാത്രത്തിൽ പിടിക്കും. ഒരു വ്യക്തിത്വത്തെ കണ്ടാൽ ഇത് ദൈവവേദനാണെന്ന് തിരിച്ചത്. എന്റെ മൺപാത്രത്തിനകത്ത് എണ്ണയുണ്ടോ അതോ വിളക്കിലെ എണ്ണയുള്ളോ? 10 പേരും ഒരേ ലക്ഷ്യത്തോടുകൂടെ ഇറങ്ങിയവരാണ് മണവാളനെ എതിരേൽക്കുക. 10 പേരും അതിനുവേണ്ടി വന്നു. 10 പേർക്കും വിളക്കുണ്ട്, 10 പേർക്കും എണ്ണയുണ്ട്. എന്റെ ഭാഷയിൽ 10 പേരും മറുഭാഷ പറയും, 10 പേരും പ്രവചിക്കും, 10 പേർക്കും കൃപാവരമുണ്ട്. പക്ഷെ 5 എണ്ണത്തിന്റെ മൺപാത്രത്തിലേക്ക് ദൈവകൃപ ഇറങ്ങിയതാണ്. 5 എണ്ണത്തിന്റെ മൺപാത്രത്തിൽ അതില്ലായിരുന്നു. എന്റെ മൺപാത്രത്തിൽ എണ്ണയുണ്ടോ? ഉണ്ടെങ്കിൽ നാളോറും ഞാൻ ദൈവ അനുരൂപനായി മാറും. ഞാൻ കുറച്ച് നാൾ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ ഒരു ജൂനിയർ സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2000 ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു അതിനകത്ത് ജോലി ചെയ്തു. 2000. നിങ്ങളിൽ കേട്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടു. സൈമൺ ജോണി എന്ന് പറഞ്ഞൊരു കൊച്ചൻ, അവന് ലണ്ടനിൽ കുറച്ചുണ്ട്. അവിവാഹിതനായിട്ട് ഇവിടെ വെച്ചത് വിവാഹിതനായി തിരിച്ചു ബാംഗ്ലൂരിൽ. അന്നാണ് LC ബാംഗ്ലൂരിൽ വെച്ച് ഡെവലപ്പ് ചെയ്തത്. LC എന്ന് പറയുന്ന ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്. ആത്മീയർ അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. ആത്മീയം അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. വെസ്റ്റേണിൽ അമേരിക്ക, റഷ്യ, ഈ 3 രാജ്യങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്ന, റഷ്യ ഉണ്ടായിരുന്ന കാലം, ഈ 3 രാജ്യങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു വസ്തുവാണ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്. ഇറ്റ്സ് എ മിലിറ്ററി സ്പൈ പ്ലെയിൻ. തീരെ ചെറിയ ബോഡി, ഭയങ്കര ഹൈ സ്പീഡ് ഫ്ലൈ. ആകാശത്തിൽ വളരെ ഉയരത്തിൽ റഡാറിന്റെ റേഞ്ചിന്റെ മേളിൽ നിന്നുകൊണ്ട് ഭൂമിയിലുള്ള മിലിറ്ററി ക്യാമ്പുകളുടെ ഫോട്ടോ എടുക്കും, തിരിച്ചവിടെ കൊണ്ടുപോകും. ഏതെങ്കിലും ഒരു രാജ്യം ഇതിനെ എങ്ങനെങ്കിലും കണ്ടുപിടിച്ച് വെടിവെച്ചാൽ സാധാരണഗതിയിൽ ഒരു ബുള്ളറ്റ് വന്ന് കൊള്ളാനുള്ള ടാർഗറ്റ് ഇതില്ല. അതിനും ഇതും തന്നത് ചെറുത്. വെരി 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 ഇഫക്റ്റീവ് സ്പൈ മെഷീൻ LC എന്നതിനെ വിളിക്കുന്നു. ഒരിക്കൽ ഇന്ത്യയുടെ സയന്റിഫിക് ഗസറ്റിനകത്ത് ഒരു പരസ്യം കൊടുത്തു. ഇന്ത്യയിൽ ശാസ്ത്രജ്ഞന്മാരെ ആരെങ്കിലും LC ഡെവലപ്പ് ചെയ്യുമെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ആവശ്യമുള്ള ഹെൽപ്പ് കൊടുക്കാം. ആ സമയത്ത് ഞാൻ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആത്മീയത്തിനൊക്കെ കൊള്ളാവുന്ന ആത്മീയം, ശാസ്ത്രം എൻ്റെ ഒരു ഭാഗം. അന്ന് BTech മാത്രം കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് IIT BTech മാത്രം കഴിഞ്ഞ് പ്രൊബേഷൻ പീരീഡിൽ ജോയിൻ ചെയ്ത് 3 മാസം തികയാത്ത ഒരു കൊച്ചുണ്ടായിരുന്നു, സൈമൺ ജോണി. മലയാളി കുഴഞ്ഞിരിക്കാൻ. സൈമൺ ഇത് കണ്ടുകൊണ്ടേ തോന്നി, എനിക്കൊന്ന് പരീക്ഷണം നടത്തിയാൽ കൊള്ളാം. ഞങ്ങൾ 2 ഒറ്റ സെക്ഷനിലാണ് ജോലി ചെയ്ത്. എന്നെ എടുക്കുക വന്നു. ഞാൻ പള്ളിയുടെ മാസ്റ്റർ കൂടെ. ഇതിന് ചുമ്മാരി ഇവിടെ 2-3 PhD കഴിഞ്ഞ 15-18 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അപ്പൂപ്പന്മാർ നടക്കുന്നു. ഒരുത്തിന് തോന്നാത്ത ദുർബുദ്ധി നിനക്ക് തോന്നി. മറ്റ് വ്യക്തിപൂസാർ കൂടെ നടക്കണേ. നീ 120 കോടിയാണ് ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്നത്. 120 കോടി നീ എന്ന് കത്തിക്കും. ഇവിടെ ഞങ്ങൾക്ക് കൂടെ നടക്കട്ടെ. നീ ചുമ്മാ ഉറങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യമാണ്. പിറ്റേ ദിവസം സൈവ പിന്നെ ബന്ധിച്ച് പറഞ്ഞു, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് നീ പൊങ്ങി പൊങ്ങി വരിക. പറഞ്ഞ പിന്നെ ചെയ്യാനും പിന്നെ ചെയ്യാൻ ഏത് പൊട്ടനിടം നിനക്ക് ഇത് തരിക. ഏതായാലും പുള്ളിക്കാരുടെ ഒരു ആപ്ലിക്കേഷൻ എഴുതി. സെക്ഷൻ മാനേജറിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനായിട്ട് ഒരുത്തിനെ സ്റ്റോപ്പ് ചെയ്യട്ടെ, ഡയറക്റ്റ് സ്റ്റോപ്പ് ചെയ്യട്ടെ. ആരാണ് ഈ 3 മാസം പ്രൊബേഷൻ ജോലി ചെയ്യുന്നവരെ ആരായി 120 കോടി കൊടുക്കുന്നു? ഡയറക്റ്റ് എടുക്കുന്നത് ഫയൽ പറഞ്ഞു, ഐ ഹാവ് എ ലൂസ് നട്ട്. ഇവർ പറഞ്ഞു, വാദ്യം ഐ ഹാവ് എ ലൂസ് നട്ട്. കേബിളിന്റെ മൈക്ക് കൊടുക്കും. ആപ്ലിക്കേഷൻ മാറ്റി വെച്ചു. 2 ദിവസം കഴിഞ്ഞ് ഡയറക്ടർ ഒന്നുകൂടെ ആലോചിച്ച് പറഞ്ഞു, കള്ളു കുടിച്ചായിരിക്കും. അങ്ങനെ പറഞ്ഞു, ബട്ട് only യൂസ് നട്ട് ഹൗ ഡൺ ഡിഗ്രി, നോബഡി എൽസ്. അരവട്ടന്മാരെ കൊണ്ട് ഭൂമിയിൽ എന്തെങ്കിലും പണി നടന്നിട്ട് വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അവനും ഒന്ന് ട്രൈ ചെയ്യട്ടെ, എനിക്ക് എന്നാ നഷ്ടം. ഈ 120 കോടി കൊടുക്കണോ എന്ന് തീരുമാനിക്കുന്ന ഗവൺമെന്റ് ഞാനല്ല. അതുകൊണ്ട് അവനും ഒന്ന് ട്രൈ ചെയ്യട്ടെ. സ്ട്രോങ്ലി റെക്കമെൻഡഡ് ആൻഡ് ഫോർവേഡഡ്. ഈ ആപ്ലിക്കേഷൻ ഡൽഹിയിലെത്തി.
അന്ന് ഇന്ത്യയുടെ ചീഫ് സയന്റിഫിക് അഡ്വൈസറായിട്ടിരിക്കുന്ന ഡോക്ടർ അരുണാചലം എടുത്ത് കണ്ടേച്ച് പറഞ്ഞു, ഒരു ഡയറക്ടർ സ്ട്രോങ്ലി റെക്കമെൻഡഡ് ആൻഡ് ഫോർവേഡ് എന്ന് പറയുന്നത് ഞാനെന്തിനെ സോപ്പി? ഈ 120 കോടി പോയ സർക്കാരിൻ്റെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു പൈസ പോലും പോകുന്നില്ല. അഥവാ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച നാളെ തന്നെ മണ്ടയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു പകുതിയിലും കണ്ടുപിടിച്ചാലായിരുന്നു ഗ്രാൻഡ്. അങ്ങനെ 120 കോടി. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകട്ടെ. 51% ഫോറിൻ എക്സ്ചേഞ്ചിലും 49% ഇന്ത്യൻ കറൻസിയിലും. അങ്ങനെ ഒരു ചരിത്രം ഇന്ത്യയിലില്ല. 5% സാധാരണ ഫോറിൻ കറൻസി കൊടുക്കുക. ഇതൊരു പ്രധാന സംഗതി ആയതുകൊണ്ട് 51% ഫോറിൻ കറൻസി 49% ഇന്ത്യൻ കറൻസിയുമായി 120 കോടി രൂപ അലോട്ട് ചെയ്തു. 5 വർഷം സമയം കൊടുത്തു. 9ാമത്തെ മാസം